ഏതാണ്ട് 97 മില്യൺ ജോബുകൾ AI പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പം നഷ്ടപ്പെട്ട ജോലികളും ഇതും കൂടെ തട്ടിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ ജോലികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു കോഡ് എഴുതുന്ന ആളാണെങ്കിൽ ഉം. ഇന്ന് 60-70% കോഡുകളെല്ലാം AI ആണ് എഴുതുന്നത്. ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുക ഈ കാലത്ത് പ്രൈവസി ഒരു മിത്താണ് എന്നാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. ചെറിയ കമ്പനി ആരംഭിക്കുമ്പോഴത്തേക്കും ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ആൾക്കാരെ ഹയർ ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ChatGPT തന്നെ ഒരു AI ഏജന്റ് ആണ്. വലിയ കമ്പനികൾ ചെയ്യുന്നത് ആൽഗോ ട്രേഡിംഗ് ആണ്. അതായത് എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്നൊക്കെ ഉള്ളത് റിയൽ ടൈമിൽ AI ഏജൻസ് ഇരുന്ന് അനലൈസ് ചെയ്ത് ട്രെൻഡുകൾ പ്രെഡിക്റ്റ് ചെയ്ത് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യും. നമ്മളെ ക്രിയേറ്റിവിറ്റിനെ ലിമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതേസമയം എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ള രണ്ട് തോട്ട് പ്രോസസ് ഉണ്ടല്ലോ. ഈ ഒരു കാര്യത്തിൽ സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? സാധാരണക്കാർക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർഫേസ് നമുക്ക് തരികയാണ് ഈ ChatGPT ചെയ്യുന്നത്. അപ്പം നമുക്ക് അതുമായിട്ട് സംവദിക്കാൻ പറ്റും. നിർദ്ദിഷ്ട ജോലികൾ ചെയ്യുന്ന ഏജന്റുകളുടെ കാലമാണ് ഇത് എന്നാണ് ഓപ്പൺ AI തന്നെ പറയുന്നത്. ദ മലബാർ ജേണലിൽ നമ്മളോടൊപ്പം ഉള്ളത് ഗവൺമെന്റ് കോളേജ് കാസർഗോഡിലെ ഫിസിക്സ് പ്രൊഫസറായിട്ടുള്ള ജിജോ പി ഉൽഹന്നാനാണ്. സാർ, വെൽക്കം ടു അവർ ചാനൽ. സാറ് പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്ന, പ്രത്യേകിച്ച് AI പുതിയ കണ്ടുപിടുത്തങ്ങളും അഡ്വാൻസ്മെന്റ്സും ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്നതും ഹാൻഡ്സ് ഓൺ ട്രൈ ചെയ്യുന്നതും അതിനെപ്പറ്റി പല വിശദീകരണങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുന്ന ഒരാളും കൂടെയാണല്ലോ. അപ്പം നമ്മളിന്ന് പ്രധാനമായിട്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ചൈനയിൽ നിന്നുള്ള ഏറ്റവും പുതിയ AI മേഖലയിൽ ഉണ്ടായിട്ടുള്ള അഡ്വാൻസ്മെന്റ്സിനെ പറ്റിയാണ്. ഇപ്പൊ ഡീപ് സീക്കിന്റെ കാര്യം നമ്മൾ കുറെയൊക്കെ സംസാരിച്ചു. അതൊരു എന്താ പറയാ, ഒരു പഴക്കം ചെന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും റാപ്പിഡ് ആയിട്ടാണ് ഈ AI വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാല്, മറ്റേ കഴിഞ്ഞ ആഴ്ച മാനസ് AI എന്നുള്ളൊരു പുതിയൊരു AI മോഡൽ കൂടെ ചൈനയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അത് ഭയങ്കര ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഹാൻഡ്സ് ഓൺ ഒക്കെ നോക്കുമ്പോഴും മറ്റവർ ചെയ്യുന്ന ഡെമോ ഒക്കെ നോക്കുമ്പോഴും അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ ഡീപ് സീക്ക് ആവട്ടെ മാനസ് ആവട്ടെ, ഇപ്പൊ ചൈനയിൽ നിന്നാണ് എന്നുള്ള ഒരു കോമൺ ഫാക്ടർ ഒഴിവാക്കിയാലും അത് വെച്ചുകൊണ്ട് തന്നെയും ഇത് എങ്ങനെയാണ് മറ്റുള്ള ഇപ്പൊ നിലവിലുള്ള ഓപ്പൺ എയുടെ ChatGPT, ജെമിനി പോലെയുള്ളവയൊക്കെ അപേക്ഷിച്ചിട്ട് ഇത് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ആദ്യമേ തന്നെ എല്ലാവർക്കും നമസ്കാരം. മാനസ് എന്ന് പറയുന്നത് ഒരു ChatGPT പോലെ ഒരു ലാർജ് ലാംഗ്വേജ് മോഡലല്ല, വിവിധ മോഡലുകൾ ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള ഒരു മൾട്ടി ഏജന്റിക് സിസ്റ്റം ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ആപ്പിൾ സിരി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് പോലെയുള്ള വെർച്വൽ അസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഓട്ടോണമസ് കാറുകൾ പോലെയുള്ള സങ്കേതങ്ങളൊക്കെ പരിചയമുണ്ട്. സ്വയം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഡ്രോണുകളുടെ കളക്ഷൻ. ഇങ്ങനെ ഒരു നിർദ്ദിഷ്ട ജോലിക്കായി AI ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏജന്റ് എന്ന് പൊതുവെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ChatGPT തന്നെ ഒരു AI ഏജന്റ് ആണ്. കാരണം GPT എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ മോഡലിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ സങ്കേതം ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർഫേസ് നമുക്ക് തരികയാണ് ഈ ChatGPT ചെയ്യുന്നത്. അപ്പം നമുക്ക് അതുമായിട്ട് സംവദിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള നിർദ്ദിഷ്ട ജോലികൾ ചെയ്യുന്ന ഏജന്റുകളുടെ കാലമാണ് ഇത് എന്നാണ് ഓപ്പൺ AI തന്നെ പറയുന്നത്. 2025 ഏജന്റുകളുടെ വർഷമാണ്. അതുപോലെ ആഗോള തൊഴിൽ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ലേബർ മാർക്കറ്റിലേക്ക് ഏജന്റുകൾ പങ്കുചേരുന്ന ഒരു വർഷമാണെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നിർദ്ദിഷ്ട ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ChatGPT ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിനൊരു പ്രതികരണം കിട്ടുന്നു, നമ്മൾ അങ്ങനെ തുടർച്ചയായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ മാനസ് അങ്ങനെ വിവിധ ഏജന്റുകളെ ചേർത്തിട്ട് ഒരു സൂപ്പർ ഏജന്റ് എന്നൊക്കെ വേണം വിളിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ജോലിയാണ് മാനസ് ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് മോഡലുകളൊന്നും അവർ സൃഷ്ടിച്ചിട്ടില്ല. നിലവിലുള്ള ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് അല്ലെങ്കിൽ ChatGPT അല്ലെങ്കിൽ അതുപോലെയുള്ള വിവിധ മോഡലുകളുണ്ട്. ഈ മോഡലുകളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കാര്യം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, അതായത് നമ്മളിപ്പോൾ ഒരു ജോലിക്കാരനെ വിളിക്കുന്നതിന് പകരം ഒന്നിലധികം വിവിധ കാര്യങ്ങൾ ചെയ്യുന്ന ജോലിക്കാരെ വിളിച്ചിട്ട് അവരെ എല്ലാം കൂടെ ഒരു പണി ഏൽപ്പിക്കുന്നത് പോലത്തെ ഒരു കാര്യമാണ് മാനസ് ചെയ്യുന്നത്. അതിനെ അവർ ജനറൽ AI ഏജന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ഇടപെടലില്ലാതെ നമുക്ക് വിവിധ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അത് പുറത്തുവിട്ട് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പേ തന്നെ ഇന്നലെ ഓപ്പൺ AI ഒരു ഡെവലപ്പർമാർക്ക് ഏജന്റുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഡെവലപ്മെന്റ് കിറ്റ്
പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് 2025 AI ഏജന്റുമാരുടെ വർഷമാണെന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മിക്കവാറും ജനറേറ്റീവ് AI വരുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അപ്പൊ അത് പക്ഷേ സാധാരണക്കാർക്ക് അത്ര എളുപ്പമല്ല. കാരണം നല്ല പണച്ചെലവുള്ളതും സാങ്കേതിക പരിജ്ഞാനം വേണ്ട കാര്യം കൂടിയാണ്. അപ്പൊ അതിന് ഒരു നമുക്കിടയിൽ നിൽക്കുന്ന ഒരു റോളാണ് തീർച്ചയായിട്ടും ഈ ഏജന്റുകൾക്കുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ഡിസ്റപ്ഷൻ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ കമ്പനിക്ക് തീർച്ചയായിട്ടും അത് ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അതിന് ഏതായാലും കുറച്ച് ജോലിക്കാർ വേണം. ഉദാഹരണത്തിന് അതിന് മാർക്കറ്റിങ്ങിന് ആളെ വേണം, സാങ്കേതിക കാര്യങ്ങൾ നോക്കാൻ ആൾ വേണം, ഹ്യൂമൻ റിസോഴ്സ് നോക്കാൻ ആൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ കമ്പനി ആരംഭിക്കുമ്പോഴത്തേക്കും ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ആൾക്കാരെ ഹയർ ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരു ഏജന്റ് അവിടെ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ജനറൽ മൾട്ടി ഏജന്റ് സിസ്റ്റം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള റോളുകളെല്ലാം പരമാവധി ഒഴിവാക്കി അവരെല്ലാം ചെയ്യേണ്ട പണികളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ മൾട്ടി ഏജന്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഇത് തുടക്കം മാത്രമാണ്. ഇത് ഒരു പൂർണ്ണമായ കഴിവ് നേടിക്കഴിഞ്ഞാൽ തീർച്ചയായും ധാരാളം തൊഴിലുകളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഓണ്ടർപ്രണറുടെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പണച്ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും നടത്തിക്കൊണ്ടു പോകാനും ഒക്കെ സാധിക്കും. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോ റിക്രൂട്ട്മെന്റ് നടത്തുന്ന പലരെ പറ്റിയുള്ള ഒരു പരാതി ഓണ്ടർപ്രണേഴ്സിന് ഉള്ളത് ട്രെയിനിങ്ങിനും അല്ലെങ്കിൽ നോളജ് ഗ്യാപ്പ് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി ഇല്ലായ്മ എന്നൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരാളെ റിക്രൂട്ട് ചെയ്താൽ പോരാ, പരിശീലിപ്പിക്കാനും ഒക്കെയുള്ള ചെലവുകളും പിന്നെ ജനറേഷൻ ഗ്യാപ്പ് ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഓണ്ടർപ്രണേഴ്സ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്വെയർ അവർക്ക് പകരം വയ്ക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവർ ആ വഴിക്ക് പോകും. കാരണം പണച്ചെലവും കുറവാണ്, ഒരാളെ ഹയർ ചെയ്യേണ്ട പ്രോസസ്സുകളും പിന്നീട് അവരെ റീറ്റെയിൻ ചെയ്യാനുള്ള പ്രശ്നങ്ങളും പിരിച്ചുവിടണമെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ സോഫ്റ്റ്വെയറിന് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വേറെ ഒരു വശം. ഓക്കെ. സാർ പറഞ്ഞ പോലെ ഇതൊരു സ്വന്തമായിട്ടൊരു ലാംഗ്വേജ് മോഡൽ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. മൾട്ടിപ്പിൾ ലാംഗ്വേജ് മോഡൽ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലാംഗ്വേജ് മോഡലുകൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ മാനസ് AI എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് മാത്രമാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. മാത്രമല്ല, ഈ ഒരു AI മേഖലയിൽ ഈ ഒരു അഡ്വാൻസ്മെന്റ് ആണോ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ഇതാണോ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്? തീർച്ചയായിട്ടും അല്ല. കാരണം AI മോഡലുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2017 എന്ന വർഷത്തിലാണ് ഗൂഗിളിന്റെ എഞ്ചിനീയേഴ്സ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിന്റെ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു മോഡലിന്റെ പോസിബിലിറ്റി മുന്നോട്ട് വയ്ക്കുന്നതും 2020 ആയപ്പോഴത്തേക്കും അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില ലാർജ് ലാംഗ്വേജ് മോഡലുകൾ വരുന്നു. പക്ഷെ അതിന്റെ ഒന്നും ഫലപ്രാപ്തി അത്ര മികച്ചതായിരുന്നില്ല. പ്രത്യേകിച്ച് ഗൂഗിളിലാണ് ഇതിൽ വളരെ മുന്നിൽ നിന്നിരുന്ന കമ്പനി. ഗൂഗിളിന്റെ എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റുകളും ആണ് ഈ പേപ്പർ പബ്ലിഷ് ചെയ്തത്. പക്ഷെ അവർക്ക് പോലും സാധിക്കാതിരുന്ന ഒരു കാര്യം അവരെക്കാളും മികച്ച രീതിയിൽ സാധിച്ചത് ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനിയാണ്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമായ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള ഒരു AI ഉണ്ടാക്കുക എന്നുള്ളൊരു മാതൃകയിൽ നിന്നാണ് അല്ലെങ്കിൽ ഒരു ആലോചനയിൽ നിന്നാണ് ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി ഉണ്ടായത്. പക്ഷെ അവർ കൊമേഴ്സ്യൽ ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഈ മോഡല് അവര് വിജയകരമായി വളരെ മികച്ച റിസൾട്ട് തരുന്ന രീതിയിൽ പുറത്തുവിടുകയും GPT-3 എന്ന് പറയുന്ന മോഡല് 2020-22 കാലത്ത് അവർ പുറത്തുവിട്ടു. 3.5 ഒക്കെ ആയപ്പോഴത്തേക്കും 2022 നവംബർ മാസത്തിൽ പുറത്തുവിട്ടപ്പോഴാണ് അതൊരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് വന്നത്. പിന്നീട് 2 വർഷം ഇപ്പൊ കഴിഞ്ഞു. ഈ 2 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം ഭയങ്കര വ്യത്യസ്തമാണ്. കാരണം അന്നത്തെ മോഡലുകളെക്കാളൊക്കെ വളരെയധികം പ്രകടനം മെച്ചപ്പെടുത്തിയ മോഡലുകളാണ് ഇപ്പോൾ ഉള്ളത്. വിവിധ കമ്പനികൾ ഈ മേഖലയിലേക്ക് വന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ കാണേണ്ട ഒരു കാര്യം, ഇതിന് വേണ്ട ചെലവ് ഭയങ്കര ഭീകരമായിട്ടുള്ള ചെലവാണ്. കാരണം ഈ മോഡലുകളെ ട്രെയിൻ ചെയ്യാനായിട്ട് മാസങ്ങൾ വേണം. ട്രെയിൻ ചെയ്യാൻ വേണ്ട കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് ഇതിന് വേണ്ട GPU മെഷീൻ ഒരെണ്ണത്തിന്റെ തന്നെ വില എന്ന് പറയുന്നത് GPU മെഷീൻ അല്ല, അതിന് ഉപയോഗിക്കുന്ന GPU ചിപ്പിന്റെ തന്നെ H100 എന്ന് പറയുന്ന ചിപ്പ് NVIDIAയുടെ ചിപ്പാണ് കൂടുതലായിട്ടും ഇതിന് ഉപയോഗിച്ചത്. അതിന് ഒരെണ്ണത്തിന്റെ വില തന്നെ 25 ലക്ഷം തൊട്ട് 30 ലക്ഷം വരെ വരുന്ന ഇന്ത്യൻ രൂപയാണ് ഒരു ചിപ്പിന്റെ വില. അപ്പൊ അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടർ റാക്ക് തന്നെ
വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മില്യൺസ് വേണ്ടി വരുന്ന ഒരു അവസ്ഥ അതിനകത്ത് വരുന്നു. അപ്പൊ അങ്ങനെ ചിലവുണ്ട്. കൂടാതെ ഇതിന് വേണ്ടി വരുന്ന പരിശീലനവും ഫൈൻ ട്യൂണിങ്ങും മോഡൽ ഡെവലപ്മെന്റും ഒക്കെ വളരെ പണച്ചെലവുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് സാധാരണക്കാർക്കോ ചെറിയ കമ്പനികൾക്കോ പോലും സാധിക്കില്ല. അപ്പൊ അത് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമുക്ക് ആഗോള ടെക് ജയൻസിന് മാത്രമാണ് ഈ മോഡലുകൾ വികസിപ്പിക്കാനായിട്ട് സാധിച്ചത് എന്ന് കാണേണ്ടതുണ്ട്. അതേസമയം നമ്മുടെ ഇന്ത്യയോ ഒക്കെ പോലെയുള്ള രാജ്യങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുമില്ല. അപ്പൊ ഈ മൾട്ടി ഏജന്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകളുടെ സാധ്യതകൾ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ചെറിയ കമ്പനികൾക്കോ ഡെവലപ്പേഴ്സിനൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു എഐയിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല. എഐയിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന മേഖലയിലേക്കോ അല്ലെങ്കിൽ അതേപോലെ കൂടുതൽ റീസണിങ് എബിലിറ്റി ഉള്ള AI അല്ലെങ്കിൽ മനുഷ്യരോട് കൂടുതൽ ചേർന്ന് പോകാൻ പറ്റുന്ന AI. ഇപ്പൊ നമ്മൾ ലാർജ് ലാംഗ്വേജ് മോഡൽസിന്റെ കാര്യത്തിൽ തന്നെ മൾട്ടി മോഡൽ AI പറ്റിയാണ് സംസാരിക്കുന്നത്. ആദ്യകാലത്തെ AI ഒക്കെ വെറും ടെക്സ്റ്റ് വാചകങ്ങൾ മാത്രമേ സ്വീകരിക്കേണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോ, സംസാരം, അതുപോലെ വിവിധ ഇൻപുട്ടുകളൊക്കെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി പരിപോഷിപ്പിച്ച് എല്ലാത്തരം സെൻസറുകൾ വായിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്വയം പ്രവർത്തിക്കുന്ന ഏജന്റുകളും ലോങ് ടൈം പ്ലാനിങ് ഇപ്പോഴുള്ളത് ചെറിയ ചെറിയ സൊല്യൂഷൻസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് പകരം കുറെ കൂടി നീണ്ട കാലത്തേക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ലോങ് ടൈം വിഷനുള്ള അതേപോലെ മനുഷ്യരോടൊപ്പം വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന പിന്നെ റോബോട്ടുകളൊക്കെ നിയന്ത്രിക്കുന്ന കൂടുതൽ ഇമോഷണൽ കോഷ്യന്റ് ഒക്കെ കാണിക്കുന്ന AI ഒക്കെ ഉണ്ടാകാം എന്നൊക്കെയുള്ളതാണ് ഇനി ഫ്യൂച്ചറായിട്ട് കാണുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത്. മറ്റൊന്ന്, ഇപ്പൊ നമുക്കറിയാം ധാരാളം സെൻസറുകൾ, ഉദാഹരണത്തിന് ക്യാമറകളും ഡിറ്റക്ടേഴ്സും മോണിറ്ററിംഗ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ ധാരാളം ഉപയോഗിച്ച് വരുന്നുണ്ട്, കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് സ്മാർട്ട് ഫോണുകൾ, വെയറബിൾ ഡിവൈസ്, IoT ഡിവൈസ്, ഇങ്ങനെയുള്ള പല ഡിവൈസുകളും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ സാധാരണക്കാരടക്കം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവയിലൊക്കെ AI കടന്നു വരിക എന്നുള്ളതാണ് അടുത്ത എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൽ തന്നെ AI പ്രോസസ് ചെയ്ത് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും. പകരം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസോ നിയന്ത്രിക്കാനായിട്ടുണ്ട് എന്നുള്ളതിന് പകരം ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാഫിക് ഡിറ്റക്ഷൻ ഉള്ള ഒരു ക്യാമറയിൽ നിന്നും കിട്ടുന്ന ഇമേജസ് ഒരു കൺട്രോൾ സ്റ്റേഷനിൽ പോയി AI സോഫ്റ്റ്വെയറും മനുഷ്യനും ഇന്ന് ഇവാലുവേറ്റ് ചെയ്ത് പണിഷ്മെന്റോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളതെങ്കിൽ ഈ എഡ്ജ് AI വരികയാണെങ്കിൽ ഈ ക്യാമറയിൽ തന്നെ അത് പ്രോസസ്സ് ചെയ്ത് വേണ്ടത്ര ഡിസിഷൻ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം AI എത്തിക്സും റെഗുലേഷനും വളരെയധികം പുരോഗമിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഭാവിയിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു ചെറിയ സ്റ്റെപ്പ് മാത്രമാണ് ഈ ഏജന്റിക് സിസ്റ്റംസ് അല്ലെങ്കിൽ മൾട്ടി ഏജന്റിക് AI എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മാനസിന്റെ വരവോടുകൂടെ മറ്റൊരു ടെർമിനോളജി കൂടെ അത്യാവശ്യം പോപ്പുലർലി ഡിസ്കസ്ഡ് ആവുന്നുണ്ട്. അത് AGI എന്നുള്ള ഒരു ടേമാണ്, അതായത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ഈ മാനസ് ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിൽ വരുന്ന സാധനമാണോ? മാത്രമല്ല, എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്? നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുകയാണെങ്കിൽ എന്താണ് ആ സാധനം? ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് AI തുടക്കകാലം മുതലേ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് ചരിത്രത്തിൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ 1930-കൾ 40-കളിലൊക്കെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വന്നതിനൊപ്പം തന്നെയാണ് AI ഒരു ആവിർഭാവം ഉണ്ടായിട്ടുള്ളത്. അതിലൊരു അലൻ ട്യൂറിംഗ് പോലെയുള്ള ആൾക്കാർ ഒക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അതായത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരു സാധാരണ അറിവും പ്രാപ്തിയൊക്കെ ഉള്ള ഒരു മനുഷ്യന് ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികളും ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും ഇല്ലാതെ സ്വയം ചെയ്യാനും ഏത് സാഹചര്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാനും ഫങ്ഷൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് കൈവരിക്കാനായിട്ട് വളരെ സങ്കീർണമായ കടമ്പകളുണ്ട്. കാരണം ഇത് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ഇന്റലിജൻസ് അല്ലെങ്കിൽ എന്താണ് കോൺഷ്യസ്നെസ്, വിജ്ഞാനവും ഭൗതികപരവുമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എങ്ങനെ എടുക്കുമെന്നുള്ളത് നമുക്ക് മെഷീന് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം
ഒരു ഗണിത സമവാക്യമോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലോ ഒന്നും വെച്ചിട്ട് നമുക്ക് മനുഷ്യന്റെ തലച്ചോറും അതിന്റെ ഫങ്ഷൻസും ഒക്കെ യന്ത്രത്തിന് കൈമാറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്താണ് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള പെരുമാറ്റങ്ങളും അതിന്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളൊക്കെ. നമുക്ക് ഏകദേശം ഒരു രൂപമുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ശ്രമിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈവൻ ന്യൂറൽ നെറ്റ്വർക്കുകളൊക്കെ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു ലളിതമായ മാതൃക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെയൊക്കെ മറികടന്ന് എല്ലാത്തരം കാര്യങ്ങളും മനുഷ്യനെ പോലെ ചിന്തിച്ചും, ഉദാഹരണത്തിന് നമ്മൾ ഔട്ടർ സ്പേസിലേക്കോ ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനിലേക്കോ ഒക്കെ മനുഷ്യരെ അയക്കുമ്പോൾ അവർക്ക് പരിശീലനം കൊടുത്ത് വിടുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഓരോ സാഹചര്യവും നേരിടാൻ അവർക്ക് പ്രാപ്തിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മെഷീൻ ഏതായാലും ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് AGI എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ AGI ഉണ്ടാക്കാൻ ആദ്യകാലത്ത് കഴിയാതെ വന്നപ്പോൾ പിന്നീട് ഇത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള റിസോഴ്സുകളോ അതിന് പരിശീലിപ്പിക്കാനുള്ള ഡേറ്റയോ ബെറ്റർ അൽഗോരിതംസ് ഒന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് 1950 തൊട്ട് ഒരു 80കൾ വരെയുള്ള കാലത്താണ്. അപ്പൊ ആ കാലത്ത് AI വിന്റർ എന്ന് അറിയപ്പെടുക. അതായത് ഇത് വലിയ പ്രോമിസ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും, ഒത്തിരി ഫണ്ടൊക്കെ കിട്ടിയിരുന്നെങ്കിൽ പോലും പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രവൃത്തിയിൽ വരാനായിട്ട് അവർക്ക് അന്ന് സാധിച്ചില്ല. ചെറിയ ചെറിയ AI പ്രോഗ്രാമുകളും മോഡലുകളൊക്കെ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 86ലാണ് ഈ കഴിഞ്ഞ വർഷത്തെ നോബൽ സമ്മാനം കിട്ടുന്ന ഫിസിക്സ് നോബൽ സമ്മാനം കിട്ടിയ ആൾക്കാരൊക്കെ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ അൽഗോരിതങ്ങളും മോഡലുകളും ഒക്കെ കുറച്ച് മോഡിഫൈ ചെയ്തതും ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ. അതിനുശേഷം ഹാർഡ്വെയർ കപ്പാസിറ്റി വളരെ കൂടി. പിന്നീട് ഇതിനെ പരിശീലിപ്പിക്കാൻ വേണ്ട ഡേറ്റ, അതായത് മെഷീൻ ലേണിംഗ് ഒരു വലിയ സങ്കേതമായിട്ട് മാറുന്നത് അതിനുശേഷമാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ പ്രോഗ്രസ് ചെയ്തപ്പോ, അല്ലെങ്കിൽ ആ 1950 ശേഷം പ്രോഗ്രസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അക്കാലത്ത് പ്രോഗ്രസ് ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനത്തെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അക്കാലത്ത് പിന്നെ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയത് ചെറിയ ചെറിയ ടാസ്ക് ചെയ്യാനായിട്ട്. ഉദാഹരണത്തിന് ഒരു കെമിക്കൽ ഫോർമുല പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രഗ് ഡിസൈൻ ചെയ്യുക, അതല്ലെങ്കിൽ സ്പാം ഫിൽറ്ററിങ് നടത്തുക. ഇന്റർനെറ്റ് ആദ്യകാലത്ത് ഉദാഹരണത്തിന് 1980, 90കളിലൊക്കെ ഒരു AI ഉപയോഗിച്ചിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു സ്പാം ഫിൽറ്ററിങ്. അങ്ങനെയുള്ള ജോലികൾ ചെയ്യുക. അതിനെ നമ്മൾ നാരോ ജോബ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് എന്നാണ് വിളിക്കുക. അപ്പൊ അങ്ങനെ ഉള്ള ടാസ്കുകളൊക്കെ ചെയ്തു പോന്നിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോൾ AGI പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നതിനൊരു കാരണം ഡേറ്റയിലും അതുപോലെ കമ്പ്യൂട്ടിംഗ് റിസോഴ്സിലും ഉണ്ടായ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമാണ്. ഇത് സാധിച്ചത് 2010 ശേഷമാണ്. അപ്പൊ ആ കാലത്താണ് ഈ മുമ്പ് ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന GPU മെഷീനുകൾ വളരെയധികം പോപ്പുലർ ആവുകയും ചീപ്പാവുകയും നമുക്ക് ലാപ്ടോപ്പിലും അല്ലെങ്കിൽ ചെറിയ വർക്ക് സ്റ്റേഷനിലും ഒക്കെ ഉപയോഗിക്കാമെന്നുള്ള അവസ്ഥ വരികയും അവ ഉപയോഗിച്ചിട്ട് ന്യൂറൽ നെറ്റ്വർക്കുകളും AI കാൽക്കുലേഷൻസും ഒക്കെ നടത്താം എന്നുള്ള ഒരു അവസ്ഥ വന്നു. പ്രത്യേകിച്ചും ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് പാരലലായിട്ട് കാൽക്കുലേഷൻ നടത്തുന്ന ഒരു ഡിവൈസാണ് അല്ലെങ്കിൽ സിസ്റ്റമാണ്. അപ്പൊ അവയ്ക്ക് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ പോലെയുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഈ AI എന്ന് പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായത് ഇപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനുശേഷം 2020 ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് വന്ന വിപ്ലവം നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഇപ്പം വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ ബിഗ് AI എന്ന് പറയുന്നുണ്ട്. അതായത് ബിഗ് ഡാറ്റ പ്ലസ് ഈ മോഡലുകളും കൂടെ ചേർത്തിട്ട് ബിഗ് AI. അപ്പോ നമ്മൾ സാധാരണ പറയും ഇതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് 2020 മുന്നേ ഒരു പ്രോബ്ലം ഓഫ് നോളജ് ആയിരുന്നെങ്കിൽ അതിനുശേഷം അത് പ്രോബ്ലം ഓഫ് ഡേറ്റ ആയി മാറി. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഡേറ്റ ഉണ്ടെങ്കിൽ അറിവില്ലെങ്കിലും പ്രശ്നമില്ല, അറിവ് ഈ ഡേറ്റയിൽ നിന്ന് നിർമ്മിക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് പകരം വെക്കാവുന്ന ഒരു നിർമ്മിതി ഇപ്പോഴും ഇല്ല. അങ്ങനത്തെ ഒരു നിർമ്മിതി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് വിളിക്കാം. പക്ഷെ ഈ മാനസ് എന്ന് പറയുന്ന മൾട്ടി ഏജന്റിക് സിസ്റ്റം അതിലേക്കുള്ള ഒരു ചെറിയ സ്റ്റെപ്പാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് ഒരാൾ ചെയ്യുന്ന പണി പലരും കൂടി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ ജോലികളെല്ലാം കൂടെ കുറെ പേര് കൂടി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഈ മാനസിൽ വരുന്നുള്ളൂ. അവരതിനെ ജനറൽ ഏജന്റിക് സിസ്റ്റം എന്ന് വിളിക്കുന്നുള്ളൂ, അല്ലാതെ ജനറൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നില്ല. ജനറൽ ഇന്റലിജൻസ് ഇപ്പോൾ വിദൂരമായിട്ടുള്ള ഒരു സങ്കല്പമായിട്ട് തന്നെ നിൽക്കും. ഓക്കെ. ഇപ്പോൾ ഈ എയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സിനെ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് തന്നെയാണ്. നമുക്ക് ഇത് എന്താ പറയുക, ഒന്ന് പരീക്ഷിച്ച് നോക്കാനും ഹാൻഡ്സ് ഓൺ ചെയ്യാനൊക്കെ വളരെ എക്സൈറ്റിംഗ് ആണ്. മാത്രമല്ല നമ്മുടെ പല ജോലിനെയും എളുപ്പമാക്കാനും സഹായിക്കുന്ന ഒരു
ഒരു ടെക്നിക്കൽ സംഭവം കൂടെയാണല്ലോ AI. പ്രത്യേകിച്ച് ഡിസൈനിങ് മേഖല, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ നമ്മുടെ ജോലി എളുപ്പമാക്കുന്നതിനൊപ്പം തന്നെ വേറൊരു കൺസേൺ ഉള്ളത് നമ്മുടെ ഉള്ള ജോലി കൂടെ പോകും എന്നുള്ള ഒരു കൺസേൺ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ എത്തിക്കൽ കൺസേൺസും കുറെ ഉണ്ട്. അപ്പൊ ഈ ഉള്ള ജോലി പോകുന്നുള്ളതിനൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ദ ക്വിന്റ് എന്ന മാധ്യമം, അതായത് ഇന്ത്യയിൽ IT ജോബ്സ് ഒരു സേഫർ ജോബ് അല്ല, ഇനി മുതൽ ഒരു സേഫ് ജോബ് ഓപ്ഷൻ അല്ല. കാരണം ഇൻഫോസിസിൽ 400 പേരെ പുറത്താക്കിയതിന് ഉദാഹരണം വെച്ചിട്ടാണ് അവർ പറഞ്ഞത്. കാരണം പല ജോബ്സിനെയും AI കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബിഗിനർ ലെവലിൽ ട്രെയിനീസ് ഒക്കെ ചെയ്യുന്ന പല ജോബ്സും ഈസിലി AIക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ജോബ്സ് എത്രത്തോളം സേഫ് ആണ്, പ്രത്യേകിച്ച് IT ജോബ്സ് എത്രത്തോളം സേഫ് ആണെന്നുള്ള ഒരു ഡിബേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത് കുറച്ച് കാലമായിട്ടുള്ളതാണ്. അതിപ്പോൾ ഒരു പീക്കിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊപ്പം തന്നെ ഈ ഞാൻ പറഞ്ഞ ഒരു എത്തിക്കൽ കൺസേൺസ്, ഇപ്പൊ സൗത്ത് കൊറിയ ഈ അടുത്ത് ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലങ്ങളിൽ ഒന്നായിരുന്നു ഈ ഫേക്ക് ആയിട്ടുള്ള ഡീപ്പ് ഫേക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് നടിമാരെ മാത്രമല്ല, നമുക്ക് പരിചയമുള്ളവരുടെ അടുത്ത വീട്ടിലുള്ള പെൺകുട്ടികള്, അമ്മമാര്, അല്ലെങ്കിൽ ചെറിയ അണ്ടർ ഏജ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ വരെ പോൺ ഇമേജസും വീഡിയോസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ടെലിഗ്രാമിൽ കൂടെ ഷെയർ ചെയ്യുക. അതിന് തന്നെ ടെലിഗ്രാമിന്റെ ബോട്ടുകളൊക്കെ യൂസ് ചെയ്തു എന്നുള്ള പല ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരേ സമയം ഈ ഒരു രണ്ട് കൺസേൺസ് ഉണ്ടല്ലോ, നമ്മുടെ ഉള്ള ജോലി എളുപ്പമാക്കും, പക്ഷെ ഉള്ള ജോലി പോകാനും സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എത്തിക്കൽ കൺസേൺ. അപ്പൊ നമുക്ക് ഈ അഡ്വാൻസ്മെന്റ്സ് കൊണ്ട് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്, അതേസമയം ഇത്തരം കൺസേൺസും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് നമുക്ക് എങ്ങനെയാ കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു ചോദ്യം. മേ ബി ഇത്തിരി ഫിലോസഫിക്കലും ആയിരിക്കും. പക്ഷെ ജോലി നഷ്ടത്തെ പറ്റി നോക്കുമ്പോൾ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ചരിത്രം പറയുന്ന എക്കാലത്തും അത് കൂടുതൽ ജോലികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് മനുഷ്യൻ ഇവോൾവ് ചെയ്ത് പോന്നു. അല്ലെങ്കിൽ ജോലി സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ പഴയ ചലച്ചിത്രങ്ങളിലൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഫാക്ടറികളൊക്കെ വരുമ്പോഴത്തേക്കും പരമ്പരാഗതമായി കൈത്തൊഴിലൊക്കെ ചേരുന്ന ആൾക്കാർക്ക് ജോലി പോകുന്നു, അതെ, അല്ലെങ്കിൽ പാലങ്ങൾ പണിയുമ്പോൾ വള്ളം തൊഴിഞ്ഞ ആൾക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പൊ കൾച്ചറൽ ഷോക്ക്, അഡാപ്റ്റബിലിറ്റിയുടെ ഇഷ്യൂ ചരിത്രപരമായിട്ട് നമുക്ക് എപ്പോഴും ഉള്ളതാണ്. ഇപ്പോ AI ജോലി സാധ്യതകളെ പറ്റി പറയുമ്പോൾ കുറെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്, പ്രത്യേകിച്ചും വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട് ഇപ്പൊ 2025 വന്നതിൽ പറയുന്നത്, അതില് ഏതാണ്ട് 97 മില്യൺ ജോബുകൾ AI പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പൊ നഷ്ടപ്പെട്ട ജോലികളും ഇതും കൂടെ തട്ടിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ ജോലികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വേൾഡ് ഓവർ നോക്കുമ്പോൾ ഇതിന് വേണ്ട സ്കില്ലുകളോ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ AI നിങ്ങൾക്ക് ഇപ്പൊ ഡേറ്റാ സയൻസ്, AI ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ, ഇങ്ങനെയുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ IT ഫീൽഡിലുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പം ഇറവലന്റ് ആവും. ഉദാഹരണത്തിന് നിങ്ങളൊരു കോഡ് എഴുതുന്ന ആളാണെങ്കിൽ ഇന്ന് 60 to 70% കോഡുകളെല്ലാം AI ആണ് എഴുതുന്നത്. അല്ലെങ്കിൽ നിങ്ങളെക്കാളും വളരെ നന്നായിട്ട് കോഡ് എഴുതാനായിട്ട് ലാർജ് ലാംഗ്വേജ് മോഡൽസ് വന്നതോടുകൂടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കോപ്പൈലറ്റും അതുപോലെ നമ്മൾ കോഡ് എഴുതാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമുകൾ, IDEs നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ VS കോഡ്, അല്ലെങ്കിൽ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനകത്തൊക്കെ ബിൽറ്റ് ഇൻ AI വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് കോഡ് എഴുതുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഡീബഗ് ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ഫർദർ സ്റ്റെപ്സ് ഒക്കെ വരികയും ചെയ്യും. ഇപ്പം ഞങ്ങളൊക്കെ തന്നെ റിസർച്ചിലും ഇതിന്റെ സഹായം വളരെയധികം നേടുന്നുണ്ട്. നമുക്കൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനോട് ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഒരു ലേൺഡ് പിയർ അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള അഡ്വൈസറിനോട് നമ്മൾ സംസാരിക്കുന്ന പോലത്തെ ഒരു സ്റ്റെപ്പാണ് അവിടെ കിട്ടുക. പക്ഷെ ഇതിന്റെ കോർ ആയിട്ടുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം. അത് നിങ്ങൾക്കൊരു ഡാറ്റാ സയന്റിസ്റ്റോ അല്ലെങ്കിൽ AI എഞ്ചിനീയറോ അല്ലെങ്കിൽ AI സയന്റിസ്റ്റോ മാനേജർ ലെവലിലേക്കൊക്കെ പോകണമെങ്കിൽ എക്സ്പീരിയൻസ് വേണമെന്ന്, ഒപ്പം തന്നെ ഇതിന്റെ ബേസിക് അടിസ്ഥാനപരമായ അറിവ് വേണം എന്നുള്ളൊരു ഒരു കാര്യം കൂടി ഉണ്ട്. അത് പക്ഷേ നമ്മുടെ നാട്ടില് എന്തുകൊണ്ട് മുന്നേറ്റം വരുന്നില്ല എന്നതിന് ഒരു ഭാഗികമായ ഉത്തരം കൂടെ അവിടെ ഉണ്ട്. നമുക്ക് മാത്തമാറ്റിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും കോർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിലും ഒക്കെ നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ അൽഗോറിതമിക് സൈഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് റിസർച്ച് എസെൻഷ്യൽ ആണ്. റിസർച്ചിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ അധികം വേണം. ഇനി ഇത് നടപ്പിലാക്കണമെങ്കിൽ വേണ്ട ഹാർഡ്വെയർ പ്രശ്നങ്ങളും നമുക്കുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ജോലി പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, AI അല്ലെങ്കിൽ ഇതുപോലത്തെ സങ്കേതങ്ങൾ ജോലിക്കാരുടെ ജോബ് റോൾ ഏറ്റെടുത്ത് അത് റീപ്ലേസ് ചെയ്യുന്നു. രണ്ടാമത്തത്, ഇതൊരു കാര്യമായി പറഞ്ഞിട്ട് ലേ ഓഫ് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടുവരുന്നുണ്ട്. അതായത് AI വന്നു എന്നുള്ളത് കൊണ്ട് ചുമ്മാ കുറെ പേരെ ലേ ഓഫ് ചെയ്യുന്നു. അത് കമ്പനികൾക്ക് ഏതായാലും ഓരോ വർഷവും പ്രോഫിറ്റ്
കൂട്ടി കൂട്ടി കാണിച്ചെങ്കിൽ മാത്രമേ ജനറൽ ഇവരുടെ ഷെയർ ഹോൾഡേഴ്സിന് മുന്നിലോ അല്ലെങ്കിൽ കമ്പനി മുതലാളിമാരുടെ പ്രസന്റേഷനിലോ ഒക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതായാലും പ്രോഫിറ്റ് മുന്നോട്ട് പോകണം. പോയില്ല എന്നുണ്ടെങ്കിൽ സിഇഒയോ MDയോ ആരാണെന്ന് വെച്ചാൽ അവരെയൊക്കെ പെട്ടെന്ന് പിരിച്ചുവിടും. സ്റ്റാർബക്സിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. 100 മില്യൺ ബോണസ് കൊടുത്തിട്ടാണ് പുതിയ സിഇഒനെ ഹയർ ചെയ്തത്. അയാൾ വന്ന് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ 1000-2000 ആൾക്കാരെ പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഫൈൻ ട്യൂണിങ് എല്ലാ കമ്പനികളും നടക്കും. അത് AI വന്നാലും ഇല്ലെങ്കിലും അപ്പൊ AI ഒരു കാരണമായിട്ട് പറയുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിന് അപ്സ്കിൽ ചെയ്യുക, റീസ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്കിൽ ഇല്ലെങ്കിൽ അത് അക്വയർ ചെയ്യുക എന്നൊക്കെ ഉള്ളത് മാത്രമേ ഇതിനകത്ത് ഷോർട്ട് ടൈം പരിഹാരമുള്ളൂ. പക്ഷെ ലോങ് ടൈമിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ചോദ്യങ്ങളിൽ അത് വിശദമായിട്ട് ചിലപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവാം. എന്തുകൊണ്ട് നമ്മുടെ സിസ്റ്റം ഇതിന് കേപ്പബിൾ അല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ എനിക്ക് തോന്നുന്നു അത് വേറെ നമുക്ക് അഡ്രസ് ചെയ്യാം. ഇവിടെ ഇതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. രണ്ടാമത്തെ എത്തിക്കൽ കൺസേൺസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്യുക എന്നുള്ളത് റെഗുലേറ്ററി പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് അധികാരികളുടെ ഇഷ്യൂ ആണ്. അത് ഏത് സാങ്കേതിക വിദ്യ വന്നാലും അത് മിസ്യൂസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ റെഗുലേറ്ററി ഹാൻഡുകൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റം അതിനെയൊക്കെ നേരിടുന്നുണ്ട്. സെക്യൂരിറ്റി, പ്രൈവസി, ഡേറ്റ പ്രൈവസി, എത്തിക്സ് വയലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ പോളിസികളും നിയമനിർമ്മാണവും അതേപോലെ തന്നെ നിയമപാലനവും വഴിയേ നേരിടാൻ പറ്റുള്ളൂ. സൊസൈറ്റി അലേർട്ട് ആവണം. ഇപ്പൊ നമ്മൾ ഡ്രഗ് അബ്യൂസിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ഈ AI അബ്യൂസും. അപ്പൊ അത് നിങ്ങൾ പിന്നെ ഒരു സൊസൈറ്റി ആസ് എ ഹോൾ എങ്ങനെ അത് നേടുന്നു, അത് ഒരു എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിട്ട് നയരൂപീകരണം, അത് നിയമസഭയോ പാർലമെന്റിൽ മാത്രം നടക്കേണ്ട കാര്യമല്ല. സോഷ്യൽ സർക്കിളിൽ ഇങ്ങനത്തെ ചർച്ചകൾ വരികയും എല്ലാവരും അതിനെപ്പറ്റി ബോധേഡാവുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത് വരുള്ളൂ. അല്ലാതെ AI ഒരു മാജിക് വാൻഡ് ആണെന്നോ അല്ലെങ്കിൽ എലിക്സർ എന്നൊക്കെ എന്താ പറയുക എല്ലാത്തിന്റെയും പരിഹാരമാണ്, ഒരു അമൃതാണെന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല. അതിന് തീർച്ചയായും ന്യൂനവശങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അത് നമ്മൾ അതിന്റെ ഹൈപ്പൊക്കെ അങ്ങ് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ. മാനസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ മേൽനോട്ടം ഇല്ലാതെ പല ടാസ്കുകളും അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രത്യേകതയാണല്ലോ. അത് പൂർണ്ണമായിട്ടും മനുഷ്യന്റെ മേൽനോട്ടം ഇല്ലാണ്ട് എല്ലാ ടാസ്കുകളും ചെയ്യാൻ പറ്റും എന്നാണോ അതിന്റെ അർത്ഥം? അത് എത്രത്തോളം സത്യമാണ്, അത് അതിന് എത്രത്തോളം കേപ്പബിൾ ആണെന്നുള്ളതാണ് അതിലൊരു ചോദ്യമുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഒരു ഹ്യൂമൻ സൂപ്പർവിഷൻ ഇല്ലാതെ പൂർണ്ണമായിട്ടും ഇത്തരത്തിലൊരു സിസ്റ്റമിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് ടാസ്കുകൾ കൊടുക്കുക അല്ലെങ്കിൽ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് എത്രത്തോളം റിലയബിൾ ആണ്, എത്രത്തോളം സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്നുള്ളതാണ് ഒരു ചോദ്യം. മാനസിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ സൂചിപ്പിച്ചത് അതൊരു മൾട്ടി ഏജന്റിക് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു മൾട്ടി ഏജന്റിക് സിസ്റ്റത്തില് അത് ഒരു കാര്യം ചെയ്യുന്നതിനൊപ്പം, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ആ ജോലി ഏൽപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു ഓട്ടോണമി അല്ലെങ്കിൽ ഒരു സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ വേണം. അപ്പൊ ഇതിനകത്ത് മൾട്ടി ഏജന്റിക് സിസ്റ്റം ആണ്. വിവിധ കാര്യങ്ങൾ ചെയ്യാനുള്ള ഏജൻസ് ഉണ്ടെന്ന് കരുതുക. ഉദാഹരണത്തിന് ഡിസിഷൻ എടുക്കാൻ ഒരാള്, കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരാള്, ഏതെങ്കിലും പ്രത്യേക ജോലികൾ ചെയ്യാനായിട്ട് ഒരാള്. ഇപ്പൊ ഇങ്ങനെയെല്ലാം ചേർന്ന് ഉദാഹരണത്തിന് നോളജ് അക്വിസിഷൻ, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, കോർഡിനേഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ ചേർന്നാലാണ് നമുക്കൊരു സ്ഥാപനം നടത്താൻ പറ്റുക. അപ്പൊ ഈ സ്ഥാപനം നടത്താൻ കുറെ ജോലിക്കാരെ വെക്കുന്ന പോലെ നമ്മൾ ഏതെങ്കിലും നിർദ്ദിഷ്ട കാര്യം ചെയ്യാനായിട്ട് കുറച്ച് ഏജന്റ് വരെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഏജന്റിന് പകരം കുറെ ഏജന്റുമാരെ. അപ്പൊ ഇവരെല്ലാം തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി ചെയ്തു തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഉള്ളത്, ഇപ്പൊ അമേരിക്കയിലൊക്കെ ആമസോൺ പ്രൈം എയർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഓട്ടോണമസ് ഡ്രോൺ ഡെലിവറി ആണ്. നിങ്ങളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്താൽ അത് ആ പ്രോഡക്റ്റിനെ വെയർ ഹൗസിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരുന്ന പണി തന്നെത്താൻ ചെയ്യും. അപ്പൊ അതിന് ഓർഡർ എടുക്കാനുള്ള ഒരു സങ്കേതം, അത് ലോഡ് ചെയ്യാനും ഡ്രോണിൽ കയറ്റാനും, ഡ്രോണ് പറന്ന് നമ്മുടെ അടുത്തെത്തി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനും അതിന്റെ ഫീഡ്ബാക്ക് എടുക്കാനും ആ ഒരു പർച്ചേസ് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് വിവിധ കാര്യങ്ങൾ വേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള എല്ലാം കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ചേർത്ത് കോർഡിനേറ്റ് ചെയ്ത് ഒരു ഫങ്ഷനിങ് ചെയ്യുന്നതിന് വേണമെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു മൾട്ടി ഏജന്റിക് സിസ്റ്റം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അല്ലെങ്കിൽ ഒരു ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ ട്രാഫിക് ലൈറ്റുകൾ കൺട്രോൾ ചെയ്യാൻ, ട്രാഫിക് കൺജഷൻ ഉണ്ടെങ്കിൽ അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്, ഒരു സിറ്റി ആണെങ്കിൽ ആ സിറ്റിയിലെ ട്രാഫിക് ഫ്ലോ ഓപ്റ്റിമൈസ് ചെയ്യാൻ, അതായത് എവിടെയൊക്കെ കൂടുതൽ കുറവുണ്ടെന്നനുസരിച്ചിട്ട് നിയന്ത്രിക്കാനും ഒക്കെ. ഇപ്പൊ നമ്മൾ നമ്മുടെ ട്രാഫിക് സിസ്റ്റത്തിൽ കാണുന്നത് പോലീസുകാർ അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നവർ വയർലെസ്
വാക്കി ടോക്കികളും ഒക്കെ ആയിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ ഒരു കൺട്രോൾ സ്റ്റേഷനിൽ ക്യാമറകൾ വെച്ച് നോക്കിയിട്ട് നിയന്ത്രിക്കുന്നതിന് പകരം ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് നടക്കും. മനുഷ്യന്റെ ഇടപെടൽ വേണ്ട എന്നുള്ളതിന്റെ അർത്ഥം അതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ചൈനയിൽ മിക്കവാറും മോഡേൺ സിറ്റികളൊക്കെ ഭയങ്കരമായിട്ട് ക്യാമറകളെല്ലാം വെച്ച് റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ഈ CCTV ക്യാമറകൾ മുഴുവൻ കുറെ ആൾക്കാർ നോക്കി നിന്ന് ഡിസിഷൻ എടുക്കുന്നതിന് പകരം റിയൽ ടൈമിൽ തന്നെ കമ്പ്യൂട്ടറുകൾ ഇതെല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് എവിടെയൊക്കെ എന്തൊക്കെ സിഗ്നലുകൾ കൊടുക്കണം, എവിടെയൊക്കെ ട്രാഫിക് റെഗുലേറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനം സ്വയം എടുക്കുന്നു. ഇതാണ് മൾട്ടി ഏജന്റിക് സിസ്റ്റത്തിന്റെ ഒരു ഉദ്ദേശം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലാണെങ്കിൽ അൽഗോറിതമിക് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. സാധാരണക്കാർ തന്നെത്താൻ ഇരുന്ന് സ്റ്റോക്ക് വാങ്ങണോ വിൽക്കണോ എന്ന് ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ബ്രോക്കറോടോ അങ്ങനെയുള്ളവരുടെ ചോദിക്കുമായിരിക്കും. പക്ഷേ വലിയ കമ്പനികൾ ചെയ്യുന്നത് അൽഗോ ട്രേഡിംഗ് ആണ്. അതായത് എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം എന്നൊക്കെ ഉള്ളത് റിയൽ ടൈമിൽ AI ഏജൻസ് ഇരുന്ന് അനലൈസ് ചെയ്ത് ട്രെൻഡുകൾ പ്രെഡിക്റ്റ് ചെയ്ത് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യും, വിൽക്കുക വാങ്ങുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് അങ്ങനത്തെ ഒരു ആട്ടമാണ് ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നടക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു ഇതുപോലത്തെ ഒരു AI ഏജന്റിനെ എടുക്കാം. നിങ്ങൾ ഇപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഡേറ്റ ആക്സസ് ചെയ്യാൻ ഒരു APIയും അതുവഴി വരുന്ന ഡേറ്റയെ പ്രോസസ് ചെയ്യാനായിട്ട് ഒരു ബോട്ടും അല്ലെങ്കിൽ കുറച്ച് ബോട്ടുകളും, ആ ബോട്ടുകളെല്ലാം കൂടെ സെൻട്രലി കൺട്രോൾ ചെയ്ത് തീരുമാനം എടുക്കാനൊക്കെ പറ്റുന്ന ഒരു മൾട്ടി ഏജന്റിക് സിസ്റ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. ഇത് സ്വയം ചെയ്യും, മനുഷ്യന്റെ ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് ഉറപ്പുവരുത്താനും അത് ഡിപ്ലോയ് ചെയ്യാനും ഒക്കെയുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ തന്നെയാണ്. അത് എല്ലാം എന്നുണ്ടെങ്കിൽ ഈ സംഗതി മൊത്തം പാളിപ്പോകും. ഇപ്പൊ ഹെൽത്ത് കെയറിൽ വളരെയധികം യൂസ് ഉണ്ടാവും. പിന്നെ റോബോട്ടിക് മൂവ്മെന്റുകൾ, അതുപോലെ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മനുഷ്യന്റെ ഇതില്ലാതെ, ഉദാഹരണത്തിന് ഒരു ഓട്ടോണമസ് ആയിട്ട് റൺ ചെയ്യുന്ന റെയിൽവേ സിസ്റ്റം ഉണ്ടെങ്കിൽ ട്രെയിനുകൾ തന്നെ ഓടിക്കോളും. പാസഞ്ചേഴ്സിനെ കയറ്റുന്നതും ടിക്കറ്റ് വിൽക്കുന്നതും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ അപ്പൊ മനുഷ്യർ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഈ എയുടെ കാര്യത്തിൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫീൽഡിൽ ഇത് യൂസ് ചെയ്യുന്നതിനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിലുള്ള രണ്ട് അഭിപ്രായം, ഒരേ സമയം നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ എൻഹാൻസ് ചെയ്യും, അതേസമയം നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ ലിമിറ്റ് ചെയ്യും, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഒരു മേ ബി ഒരു തർക്കമാണെന്ന് പറയാം, ഒരു രണ്ട് തോട്ട് പ്രോസസ്. അപ്പോൾ എൻഹാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, നമുക്ക് എന്താ പറയുക, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത പലതും ചിലപ്പോൾ AI ത്രൂ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് ടെക്സ്റ്റിന്റെ ഒക്കെ കാര്യത്തിൽ, ഈ എഴുത്തുകളുടെ കാര്യത്തിൽ AI ഒക്കെ വലിയ രീതിയിൽ സഹായകമായിട്ട് വരും. പക്ഷെ ഡിസൈനിങ്ങിന്റെ കാര്യം, അങ്ങനെയുള്ള വീഡിയോ അല്ലെങ്കിൽ ചിത്രങ്ങൾ, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ ആലോചിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യിക്കാതെ AI കൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിലൂടെ കാര്യം സാധിച്ച് തെറ്റില്ലാത്തൊരു ഔട്ട്പുട്ട് എടുത്ത് അതിനെ യൂസ് ചെയ്യുന്നു, അത്തരത്തിലുള്ളൊരു സംഭവം. അപ്പോൾ ഒരേ സമയം നമ്മളെ ക്രിയേറ്റിവിറ്റിനെ ലിമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതേസമയം എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ള രണ്ട് തോട്ട് പ്രോസസ് ഉണ്ടല്ലോ. ഈ ഒരു കാര്യത്തിൽ സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? AI-യും ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയും സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും ഡിവൈഡഡ് ആണ്. കാരണം ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് ഒപ്പീനിയൻ പറയാവുന്ന സ്റ്റേജ് ഒന്നും എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് നിരവധി സമരങ്ങളൊക്കെ നടന്നു നമുക്കറിയാം. ഹോളിവുഡിലടക്കം AI ഉപയോഗിക്കുന്നതിനെതിരെയും ഒക്കെ കേസിന്റെ സമരമുണ്ട്. അതേപോലെ ഇവിടെയാണെങ്കിലും സർഗാത്മക പ്രവർത്തികളിൽ AI വന്നാൽ, സാഹിത്യത്തിലും കലയിലും അങ്ങനെയുള്ള ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള കൺസേൺസ് ഉണ്ട്. അതേസമയം ഇതെല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എഴുത്തിലും തിരക്കഥകൾ അല്ലെങ്കിൽ സ്റ്റോറി പ്ലോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നു. ഇപ്പം സിനിമയിലും അതുപോലെ നാടകത്തിലും ഇപ്പോൾ ഡോക്യുമെന്ററി എന്തായാലും നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനും വിവിധ ഔട്ട്കംസ് പരീക്ഷിക്കാനും, ഇനി അതുപോലെ ഒരു ചിത്രരചനയോ അല്ലെങ്കിൽ ഒരു വീഡിയോ മേക്കിംഗ് ഒക്കെ ആണെങ്കിലും അതിലൊക്കെ AI ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ടൂൾ പോലെ ആയിട്ടുണ്ട്. പക്ഷെ അത് ക്രിയേറ്റിവിറ്റി കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നുള്ളത് ഇപ്പോഴും തർക്കവിഷയമാണ്. എങ്കിലും റിസർച്ച് പറയുന്നത് തീർച്ചയായും ക്രിയേറ്റീവ് ഔട്ട്പുട്ടിന് ഒരു ബൂസ്റ്റ് തന്നെയാണ് AI കൊടുക്കുന്നതെന്നാണ്. പക്ഷേ അത് എത്രമാത്രം ഉണ്ട്, മനുഷ്യന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണോ അതോ ഇങ്ങനെ ഓട്ടോണമസ് ആയിട്ട് വിട്ടു കഴിയുമ്പോഴാണോ എന്നൊക്കെയുള്ളത് ചിന്തനീയമാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് മനുഷ്യൻ AI ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ക്രിയേറ്റിവിറ്റിയെക്കാളും കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട്സ് പലപ്പോഴും വരുന്നത് AI തന്നെ ചെയ്യുമ്പോഴാണെന്നൊക്കെയാണ് അത് അതിന്റെ മെട്രിക്കുകളും സ്കോറുകളും ഒക്കെ വെച്ച് പറയുന്നത്.
ആ ഹാ ഹാ പിന്നെ മറ്റു പക്ഷേ ഇതിനുള്ളത് ഇത് ക്രിയേറ്റിവിറ്റിയെ ഒരു തരത്തിൽ ഡെമോക്രാറ്റൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് വളരെ സ്കില്ലുള്ള ആർട്ടിസ്റ്റിക് ടാലന്റ് ഉള്ള അല്ലെങ്കിൽ സർഗാത്മക ശേഷിയുള്ള ആൾക്കാർക്ക് മാത്രം സാധിച്ചിരുന്ന എഴുത്തോ ചിത്രരചനയോ ആ, നിർമ്മാണമോ സംവിധാനമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ആർക്കും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഉം. ഒരു വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നതിന് പരിമിതി ഉണ്ടാവാം, എങ്കിലും ആ, ആർക്കും ഇതൊന്ന് പരീക്ഷിക്കാം എന്നുള്ള ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇമാജിനേഷൻ നൽകാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ ഇതുവരെ ആലോചിക്കാതിരുന്ന പല ആംഗിളുകളും ഒക്കെ തരാനായിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എടുത്താൽ അതിലേക്ക് ആഴത്തിൽ പോകാനും ഉം. നമുക്ക് പരിചിതമില്ലാത്ത സങ്കേതങ്ങൾ കൊണ്ടുവരാനും. കാരണം ഇത് നമ്മുടെ മാത്രം അറിവ് വെച്ചിട്ടല്ലല്ലോ. അപ്പം ഞാനൊരു സംവിധായകനാണെങ്കിൽ ഞാൻ എൻ്റെ അറിവും ആ, വിദ്യാഭ്യാസവും സാംസ്കാരിക പശ്ചാത്തലവും ഒക്കെ വെച്ചിട്ടുള്ള കൃതികളും ഉം. നിർമ്മാണവും അല്ലേ എനിക്ക് പറ്റും. പക്ഷെ ഇത് ലോകത്ത് എവിടെയുള്ള അറിവും എഐക്ക് സാധ്യമായതുകൊണ്ട് അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ എനിക്ക് ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുകയും ചെയ്യും. ഉം. പക്ഷെ ഇതിനുള്ള പരിമിതി എന്ന് പറയുന്നത് തീർച്ചയായും അത് എഐക്ക് ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. എഐ എന്ന് നമ്മൾ പറയുമ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡൽസിനെയാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം 2020 വരെ എഐ ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് അധികം അറിവുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു ചർച്ചയായി മാറുന്നതൊക്കെ 2022-ൽ ചാറ്റ് ജിപിടി വന്നതിന് ശേഷം എല്ലാവരും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ മൊബൈൽ ഫോണുകളിലൊക്കെ ഇതെല്ലാം ടൂളുകളും ആപ്പുകളും ഫേസ് ഡിറ്റക്ഷൻ പോലെയുള്ള സങ്കേതങ്ങളൊക്കെ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എഐ ഒരു ശരിക്കും യാഥാർത്ഥ്യമാണ്, പിന്നെ ഉം. മനുഷ്യന്റെ ജോലി പോകുമെന്നൊക്കെ കണ്ടപ്പോഴാണ് സാധാരണക്കാരെ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോ ഏഹ്, അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിന്റെ പരിമിതി എന്ന് പറയുന്നത് ഇത് പുതിയതായിട്ടൊന്നും സൃഷ്ടിക്കുകയല്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ ആം, ഇതിനെ പരിശീലിപ്പിക്കാൻ ഉപയോഗിച്ച ഡാറ്റയിൽ എന്ത് പറയുന്നു? ഡാറ്റ എന്ന് പറയുന്നത് മനുഷ്യൻ ഇന്ന് വരെ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ അറിവുകളും വേണമെങ്കിൽ അതിന് കൊടുത്തിട്ടുണ്ടെന്ന് വേണേൽ പറയാം. പക്ഷെ ആ അറിവുകൾക്കുള്ളിൽ നിന്ന് നമ്മൾ എന്താ പറയുക, ചേരുംപടി ചേർക്കുക എന്നോ അല്ലെങ്കിൽ ആ, വിട്ടുപോയത് പൂരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ശരിക്കും AI വർക്ക് ചെയ്യുന്നത്, ഉം. ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ്. അതായത് അതിന് ഉള്ള അറിവ് വെച്ചിട്ടുള്ള ഒരു സൃഷ്ടി മാത്രമേ അതിന് പറ്റുള്ളൂ. പക്ഷേ യഥാർത്ഥ ഒരു ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ചിലപ്പം ഒരു ജനറേഷന് മുന്നെയോ അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് ശേഷമൊക്കെ വരേണ്ട കൃതികളൊക്കെ ചിലപ്പോൾ നമുക്ക് മനുഷ്യന്റെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരാറുണ്ടല്ലോ. പ്രത്യേകിച്ചും ഉം. കാലഘട്ടത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത കൃതികളെന്നോ അല്ലെങ്കിൽ മുന്നേ ചിന്തിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും എഐക്ക് സാധ്യമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ 2050 ലോകം എങ്ങനെയായിരിക്കും എന്ന് എഐയോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിനെ വെച്ചൊരു കഥ എഴുതാൻ പറഞ്ഞാൽ, ഉം. ഇപ്പം നമുക്ക് എന്തെല്ലാം അറിവുണ്ടോ അതൊക്കെ വെച്ചിട്ട് ഒരു ഒരു സൂത്രപ്പണിയിൽ ഒരു കഥ എഴുതി തരികയുള്ളൂ. അല്ലാതെ അന്ന് ഇപ്പോഴില്ലാത്തതും അന്ന് ഉണ്ടാവാൻ സാധ്യതയുമായുള്ള ഒരു കാര്യത്തെ പറ്റി ഭാവനാപരമായിട്ട് ആലോചിച്ചിട്ടൊരു ഉത്തരവൊന്നും ഇത് തരില്ല. അപ്പൊ ഉം. അതുകൊണ്ട് ഈ ഒറിജിനൽ തോട്ട്, യഥാർത്ഥ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ ഒരു ഒരു കഴിവ് തന്നെയാണ്. അതിനെ റീപ്ലേസ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിലവിലുള്ള എഐക്കൊന്നും സാധിക്കില്ല. അപ്പം ഗണിതശാസ്ത്രപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് പ്രയർ ഈസ് ഇമ്പോർട്ടന്റ് എന്ന് പറയും. അതായത് എന്താണോ അതിന് അറിവുള്ളത് അത് വെച്ചിട്ട് പറയാനേ ഇതിനെ പറ്റുള്ളൂ. ഉം. ഉം. അല്ലാതെ അതിനപ്പുറത്ത് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ഇപ്പോഴും ഇതിന് സാധ്യമല്ല. അപ്പൊ ഇതാണ് ക്രിയേറ്റിവിറ്റിയെ സംബന്ധിച്ചുള്ള. ആം, പക്ഷെ ഓരോ ദിവസവും അല്ലെ ഓരോ മാസവും നമ്മൾ പുതിയ പുതിയ സങ്കേതങ്ങൾ വരുമ്പോൾ, ഉം. പ്രത്യേകിച്ചും ചിത്രം വരയ്ക്കുന്ന മോഡലുകൾ ഉണ്ടല്ലോ, ഡാവിഞ്ചിയോ അല്ലെങ്കിൽ അതെ. അതുപോലെ ഡീപ് മൈൻഡ്, അങ്ങനത്തെ പല പല സങ്കേതങ്ങൾ സൃഷ്ടിക്കുന്ന മോഡലുകളും അല്ലെങ്കിൽ ഇതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. വീഡിയോ മേക്കിംഗ്, ഉം. പിക് ഇമേജ് ജനറേഷൻ ഒക്കെയുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതൊക്കെ ആദ്യകാലത്ത് ഉണ്ടാക്കിയിരുന്നതിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ തന്നെ ജനറേറ്റീവ് AI ഭയങ്കരമായിട്ട് പുരോഗതി നേടിയിട്ടുണ്ട്. നമ്മൾ ഒരു ആശയം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് ചേരുന്ന വിധത്തിലുള്ള ഇമേജുകളും വീഡിയോയും ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത് മനുഷ്യൻ ഉണ്ടാക്കിയതല്ല എന്ന് തീർച്ചയായിട്ടും അതെ. മനസ്സിലാകുകയും ചെയ്യും. ഇപ്പൊ ഈ എയുടെ കാര്യത്തില് പ്രധാനമായിട്ടും ഒരു കൺസേൺസിന്റെ കാര്യം പറയുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ് ആണ് ഒരു ഏറ്റവും ഫോക്കസിലുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഈ പ്രൈവസിയുടെ സെക്യൂരിറ്റിന്റെ ഒരു തരത്തിലുള്ള ചൂഷണം, ഈ ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള മിസ്യൂസ് ആണ്. അതല്ലാതെ തന്നെ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് കോൺസ്റ്റന്റ്ലി ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നൊക്കെ റീഡ് ചെയ്ത് നമ്മളെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിൽ ഒരേ സമയം അത് ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്,
നമ്മൾ അവരിൻ്റെയൊക്കെ ഒരു സബ്ജക്ട്സ് ആണ്. അതായത് നമ്മുടെ മെസ്സേജും നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനൊക്കെ ഈ AI മോഡൽസിന് അവർക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റുമായിട്ട് മാറുകയാണല്ലോ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ChatGPT തന്നെയാണ് തോന്നുന്നു, അല്ലെങ്കിൽ OpenAI തന്നെയാണ് തോന്നുന്നു, നമുക്ക് ഇല്ലീഗലായിട്ട് അതായത് പൈസ കൊടുത്ത് വാങ്ങാതെ ഇല്ലീഗലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിന്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളിൽ നിന്ന് മില്യൺ കണക്കിന് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് ഈ ChatGPT-നെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. അത് മാത്രമല്ല, പെർപ്ലെക്സിറ്റി എന്നുള്ള AI പ്ലാറ്റ്ഫോം, അതിന് പ്രീമിയം, അതായത് ഇപ്പൊ ഈ ഇപ്പോഴത്തെ മീഡിയാസ്, പ്രത്യേകിച്ച് ചാനലുകളും പ്രസ്സും ഒക്കെ, അവർക്ക് അവരുടെ ഓൺലൈൻ പ്രസൻസിൽ കുറെ സബ്സ്ക്രൈബിംഗ് മോഡലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പൈസ കൊടുത്താലേ അവരുടെ പല ആർട്ടിക്കിളും നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പെർപ്ലെക്സിറ്റിക്ക് ആ ഒരു പെയ്ഡ് പ്രീമിയം കണ്ടന്റ് പോലും ആക്സസിബിൾ ആയിരുന്നു എന്നും അതിൽ നിന്നുള്ള റിസൾട്ട്സ് പോലും പല കാര്യങ്ങൾക്കും ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഈ പ്രധാന ഈ വാർത്താ മാധ്യമങ്ങൾക്കൊക്കെ ഇതും ഒരു തലവേദനയായി മാറിയിരിക്കുക. കാരണം അവന്റെ ആ ഒരു പ്രീമിയം മോഡലിനെയൊക്കെ തകർക്കുന്ന ഒരു പരിപാടി AI കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കോൺസ്റ്റന്റ്ലി നമ്മുടെ ഡാറ്റ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഒരു കൺസേൺ ഉണ്ടല്ലോ. അപ്പൊ നമുക്കത് പലർക്കും അത് എത്രത്തോളം അതിനെപ്പറ്റി അവെയർ ആണെന്നുള്ളതും അറിയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഈ അമേരിക്ക പോലുള്ള വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവിടെ കുറച്ചുകൂടി ഈ പ്രൈവസിക്കൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കണോണ്ടും അവർ ഈ കോൺഗ്രസ് ആണെങ്കിലും ലോ മേക്കേഴ്സ് ആണെങ്കിലും ഇതിൽ കാര്യമായിട്ട് ഇടപെടുന്നതുകൊണ്ടും തന്നെ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ഈ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യണം അവിടെയൊക്കെ യൂസേഴ്സിനെ അറിയിക്കണം, അവരെ നോട്ടിഫൈ ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റ ഇതിനൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്, ഈ ആക്സസും ഈ പെർമിഷൻസും ഒക്കെ ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ വേണം, അത്തരത്തിലുള്ള മെസ്സേജ് ഒക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുക ഈ കാലത്ത് പ്രൈവസി ഒരു മിത്താണ് എന്നാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്രത്തോളം നമ്മൾ ട്രാക്ഡ് ആണ്, നമ്മൾ അത്രത്തോളം ഇന്റർനെറ്റുമായിട്ടും എല്ലാമായിട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൈവസിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൺസേൺസിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? തീർച്ചയായും ഡാറ്റ പ്രൈവസിയും സെക്യൂരിറ്റിയും ഉം. ഒക്കെ വളരെ വലിയൊരു കൺസേൺ തന്നെയാണ്. ഇവര് ഈ ലാംഗ്വേജ് മോഡലുകളെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ കോർപ്പസ് എന്ന് പറയുന്നത് ഏത് തരത്തിൽ അക്വയർ ചെയ്തു എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും നമുക്ക് ഒരു ആംബിഗിറ്റി നിലനിൽക്കുന്നുണ്ട്. കാരണം OpenAI ആയാലും മറ്റേത് കമ്പനി ആയാലും അതിനെപ്പറ്റി വിശദമായ ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ അതിനുള്ള പ്രൂഫോ ഒന്നും നമ്മുടെ മുന്നിൽ വെച്ചിട്ടുമില്ല. അപ്പോൾ ഓപ്പൺ സോഴ്സ് മോഡലുകളുണ്ട്, അതിന്റെ ആദ്യകാലത്തെ വേർഷൻസ് ഒക്കെ ഇപ്പൊ എല്ലാ കമ്പനികളും ലേറ്റസ്റ്റ് മോഡലുകളൊന്നും പുറത്തു വിടുന്നില്ലെന്നേ ഉള്ളൂ. ആദ്യകാലത്തെ മോഡലുകൾ ഇപ്പം മെറ്റ ആയാലും OpenAI ആയാലും ഡീപ് സീക്ക് അതുപോലെയുള്ള എല്ലാ കമ്പനികളും തന്നെ അവരുടെ ആദ്യകാല മോഡലുകളും അല്ലെങ്കിൽ തൊട്ട് മുന്നേ വരെയുള്ള മോഡലുകളൊക്കെ പലപ്പോഴും ഓപ്പൺ സോഴ്സ് ആയിട്ട് അതിന്റെ കോഡുകളൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷേ ട്രെയിനിങ് ഡാറ്റ, അതിനെടുത്ത സ്റ്റെപ്പുകൾ, അത് അക്വിസിഷൻ എങ്ങനെ, അതൊക്കെ ഇപ്പോഴും ഒരു ഒരു പ്രഹേളികയായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ വെബ് സ്ക്രാപ്പിംഗ് വഴിയും പ്രൈവസിയും കോപ്പിറൈറ്റ് വയലേഷൻസും ഒക്കെ മറികടന്നുകൊണ്ട് പലതരത്തിൽ, അതായത് കിട്ടാവുന്ന ഡാറ്റ പരമാവധി, കാരണം എങ്കിലല്ലേ ഇവരുടെ മോഡൽ പെർഫെക്റ്റ് ആവുള്ളൂ. ഈ മോഡലുകളുടെ ഒരു പ്രത്യേകത, നിങ്ങൾ അതിനെ ട്രെയിൻ ചെയ്തു വാലിഡേറ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടുകയല്ല. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഈ മോഡൽ ഡിപ്ലോയ് ചെയ്തിട്ട് അതിനെ പരിശീലിപ്പിക്കാനായിട്ട് പിന്നെയും മനുഷ്യരെ തന്നെ വെച്ചിട്ട് ഫീഡ്ബാക്ക് കൊടുത്ത് റീഇൻഫോഴ്സ്മെന്റ് ഹ്യൂമൻ അസിസ്റ്റഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം വഴിയാണ് ഈ മോഡലുകളെ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് വീണ്ടും വീണ്ടും ഡാറ്റ ഉണ്ട്. പിന്നെ മറ്റൊന്ന്, ഇത് മോഡൽ പുറത്തു വിട്ടു നമ്മൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് പേവാൾ ഉണ്ട്. പേവാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഡാറ്റ ഇപ്പോൾ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയല്ല അവരുടെ ട്രെയിനിങ് ഡാറ്റയായിട്ട് പോകാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്ന് സൂചിപ്പിച്ചിട്ട് തന്നെയാണ് OpenAIയും മറ്റ് സങ്കേതങ്ങളും ഒക്കെ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിരുന്നത്. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് സെർവറിൽ സ്റ്റോർ ചെയ്യാത്ത രീതിയിൽ വേണമെങ്കിൽ ചാറ്റ് ചെയ്യാം. പിന്നെ റാഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, റിട്രീവൽ ഓഗ്മെന്റഡ് സിസ്റ്റം. അത് നമ്മൾ ChatGPT പോലെ ഒരു മോഡലായിട്ട് സംവേദിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ കൂടുതൽ ടെക്സ്റ്റുകളും ഡാറ്റയും എല്ലാം കാണിച്ചു കൊടുത്ത് നമുക്ക് വേണ്ട ഉത്തരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെക്കാനിസമാണ്. അപ്പൊ അതിപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് സങ്കേതമാണ്. അപ്പൊ ഇതിലൊക്കെ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, ഇവൻ ദോ അവർ പറയുന്നു പിന്നീട് വേറെ ഒന്നിനും ഉപയോഗിക്കില്ല, കൊമേഴ്സ്യൽ യൂസിനില്ല എന്ന് നമ്മളോട് ഡിക്ലെയർ ചെയ്താൽ പോലും ഇത് കളിക്കിടയ്ക്ക് ഗോൾ പോസ്റ്റ് മാറുന്ന രീതിയാണ് കമ്പനികൾ കാലാകാലങ്ങളായിട്ട് ചെയ്തു പോകുന്നത്. ഒരു 10 വർഷം മുമ്പേ ഇതെല്ലാം പറഞ്ഞാലും 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രൈവസി ലോസ് ഇവര്
റെഗുലേഷൻ വഴിയോ അല്ലാതെയോ ഒക്കെ ഇത് അമെൻഡ് ചെയ്തിട്ട് ഓക്കെ ഇത് നമ്മൾ ഇനി കൊമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കും എന്ന് വലിയ കമ്പനികളും ചെറിയ കമ്പനികളും ഒക്കെ അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതോടൊപ്പം ഡീപ് സീക്ക് പോലെയുള്ള കമ്പനികൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. എങ്ങനെയാണ് അവർ ട്രെയിനിങ് ഡാറ്റ അക്യുമുലേറ്റ് ചെയ്തതെന്നും അതുപോലെ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഹാർഡ്വെയർ റിസോഴ്സുകളൊക്കെ കൃത്യമായിട്ട് എന്തായിരുന്നു എന്നൊന്നും ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. അതൊക്കെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തു എന്നൊക്കെ അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ. ആക്ച്വൽ പിക്ചർ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ ഇങ്ങനത്തെ രഹസ്യാത്മകത അതിലുണ്ട്. പ്രത്യേകിച്ചും ഇതിന് വലിയ ഇപ്പൊ ഗ്ലോബൽ GDP-യിൽ ഏതാണ്ട് 7% വ്യത്യാസം ഈ AI മോഡലുകൾ ഉണ്ടാക്കുമെന്നാണ് ഒരു കണക്ക് കണ്ടത്. അപ്പം അങ്ങനത്തെ വലിയൊരു ചേഞ്ച് ചുരുങ്ങിയ കാലത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിന് വലിയ പണം ഉണ്ട് എന്ന് കണ്ടിട്ടാണ് വലിയ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഈ ChatGPT മോഡലുകളൊക്കെ വന്നതോടുകൂടി എല്ലാവരും അതിലേക്ക് തിരിഞ്ഞു. ജനറേറ്റീവ് AIക്ക് കൊടുക്കുന്ന ഫണ്ടിങ് കൂടി എല്ലാവരും നിലവിലുള്ള മോഡലുകളെല്ലാം എടുത്ത് ജനറേറ്റീവ് AI ലേബലുകൾ, ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്നുള്ള ലേബൽ ഇടാൻ തുടങ്ങി. എല്ലാ സ്റ്റാർട്ടപ്പുകളും ആ ലൈനിക്ക് തിരിയാൻ തുടങ്ങി. അപ്പൊ ഇത് പണം എവിടെ വരുന്നു ആ വഴിക്ക് തിരിച്ചുവിടുന്നതും ഒരു പ്രവണതയാണ്. അതെല്ലാ കാലത്തും ഉള്ളതുമാണ്. ഏത് പുതിയ ടെക്നോളജി വന്നാലും അതെങ്ങനെ ലിവറേജ് ചെയ്യാം എന്ന് ഇവരാലോചിക്കും. പക്ഷേ ഇതിനകത്ത് കോപ്പിറൈറ്റ് വയലേഷൻ വരുമ്പോഴാണ് കമ്പനികൾ കേസ് കൊടുക്കുന്നത്. പക്ഷെ വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവരുടെ ഡാറ്റ സുരക്ഷയും സ്വകാര്യതയും ഒരു അവകാശം തന്നെയാണ്. അത് കൃത്യമായി പാലിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ GDPR-ഉം അല്ലെങ്കിൽ കാലിഫോർണിയയിൽ CCPA എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അത് കാലിഫോർണിയ കൺസ്യൂമർ പ്രൈവസി ആക്ട് ആണ്. അത് പക്ഷേ എൻ്റെ സ്റ്റേറ്റിലോ യൂണിവേഴ്സ് മൊത്തം ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് അവരുടെ സ്റ്റേറ്റിൽ മാത്രമുള്ള ഇതാണ്. എങ്കിലും യൂറോപ്പിൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ GDPR പാലിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് അവിടെ ഇതിന് ഇങ്ങനത്തെ വയലേഷൻ വന്ന വലിയ ഫൈനും വരും. അപ്പൊ അതുകൊണ്ട് അവര് അക്കാര്യത്തിൽ ഒരു മിതത്വം പാലിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യൂറോപ്പിൽ നിന്ന് ഈ AI-യിൽ വന്നിരിക്കുന്ന ഒരു ഫ്രഞ്ച് കമ്പനി മാത്രമാണ് എടുത്തു പറയത്തൊക്കെ ഉള്ളത്, മിസ്ട്രൽ എന്ന് പറയുന്ന AI കമ്പനി. ബാക്കി UK ആയാലും മറ്റ് മെയിൻലാൻഡ് യൂറോപ്പിൽ നിന്നായെങ്കിലും ഒരു സ്ഥലത്തൊന്നും കാര്യമായ ഇതിൽ വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന കമ്പനികളൊന്നും വന്നിട്ടില്ല. അപ്പൊ അത് ഒരു പരിധിവരെ ഈ ഡാറ്റ പ്രൈവസി പ്രൊട്ടക്ഷൻ റൂളുകൾ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് പരിശീലനത്തിന് ആവശ്യത്തിന് ഡാറ്റ കിട്ടാത്ത സങ്കേതമാവാം. പിന്നെ മറ്റൊന്ന്, നമ്മൾ ഇപ്പൊ മിലിറ്ററിയിലൊക്കെ കോൺട്രാക്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് മിലിറ്ററി സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഏജന്റുമാരെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഡാറ്റ അക്വയർ ചെയ്യാനായിട്ട് നേരിട്ട് ഇവർ പോവുകയല്ല ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ വേറെ ഉണ്ട് എല്ലായിടത്തു നിന്നും ഡാറ്റ എടുത്തു കൊടുക്കാനായിട്ട്. എന്തോ സ്കെയിൽ AI എന്നൊക്കെ പറയുന്ന കമ്പനികളുണ്ട്. അത് 20കളിലൊക്കെ ഉള്ള ചെറുപ്പക്കാരാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരെന്ത് റിസ്ക് എടുക്കും, എവിടെ നിന്നും ഡാറ്റ സ്ക്രാപ്പ് ചെയ്യും കൊടുക്കും. പിന്നെ പേരന്റ് കമ്പനിയെ സംബന്ധിച്ച് അവർ ഡയറക്ട്ലി ഇൻവോൾവ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ റിസ്കുകളൊന്നും അവർക്കില്ല. ഈ നമ്മൾ അവർ തന്ന ഡാറ്റ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രൈവസി കൺസേൺസും നമുക്കറിയില്ല എന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ കൈ വഴിയാലോ. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ഏതായാലും ഇത് തീർച്ചയായും നമുക്ക് ഡാറ്റ പ്രൊട്ടക്ഷനും പ്രൈവസിയും തീർച്ചയായിട്ടും ഇതിനകത്ത് പരിപാലിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇനി അങ്ങനെയല്ല, എല്ലാവരും താങ്കൾ പറഞ്ഞ പോലെ പ്രൈവസി എന്നൊരു സാധനം ഇല്ല എന്നുള്ളതാണെങ്കിൽ ആ പ്രൈവസിയുടെ ഗുണങ്ങൾ ആർക്ക് കിട്ടണം? സൊസൈറ്റിക്ക് കിട്ടണം. ഉപയോക്താക്കൾക്ക് വലിയ പണം ചെലവാക്കാതെ തന്നെ ഇതെല്ലാം എല്ലാവർക്കും മനുഷ്യ നന്മയ്ക്കായിട്ടും നല്ല ഭാവിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിന് പകരം കുറച്ചു പേർക്ക് പെട്ടെന്ന് പണക്കാരാവാൻ വേണ്ടി നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ തന്നെ പണവും കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് അതിൽ വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇതില് ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ ഇത്തരം കൺസേൺസ് ഒക്കെ ഉള്ള സമയത്ത് തന്നെ ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും ഇപ്പൊ ഈ AI സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിലും എത്തരത്തിലുള്ള മെഷേഴ്സ് ആണ് ഇനിയും കൂടുതലായിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിലവിലുള്ള മെഷേഴ്സ് ഏതൊക്കെ മെഷേഴ്സ് ആണ് കൂടുതൽ ശക്തമാക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ അവർ നോക്കുമ്പോൾ ഈ ഒരു കൺസേൺസ് ഒക്കെ ഈ ഒരു കൂട്ടായ്മ വിചാരിച്ചാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മറികടക്കാനോ അങ്ങനെയൊക്കെ സാധിക്കുമോ? തീർച്ചയായിട്ടും. അപ്പൊ അതില് ഇങ്ങനത്തെ റിസ്കും ത്രെറ്റുകളൊക്കെ ഇല്ലാതാക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യാം. അത് സർക്കാരുകൾക്ക് മാത്രമല്ല, ഈ AI സർവീസസ് നമുക്ക് തരുന്ന കമ്പനികൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ്സും നിയമങ്ങളും ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻസ്, അതുപോലെ വ്യക്തികൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, ഇങ്ങനെ പല ആൾക്കാർക്ക് ഇതിനകത്ത് ഡാറ്റ പ്രൈവസിയും പ്രൊട്ടക്ഷനും ഒക്കെ ഉറപ്പുവരുത്താനായിട്ട് ശക്തമായ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഉള്ളത് കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സർക്കാർ
ഇനി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ ചാടിപ്പുറപ്പെടുന്ന കമ്പനികളൊക്കെ ആദ്യമേ തന്നെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കതിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവർ ഉറപ്പാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരു കമ്പനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഡേറ്റ സെർവറുകൾ ഇന്ത്യയിൽ വേണമെന്നൊക്കെ ഉള്ള നിയമങ്ങൾ നമുക്കുണ്ട്. അതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് അത് ഗവൺമെന്റ് സർവൈലൻസ് എന്നുള്ള ആംഗിൾ എന്ന് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് അറിയാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സൈബർ സുരക്ഷാ ചട്ടക്കൂടുകൾ വളരെ ശക്തമാക്കിയിട്ട് ഇതിലേക്കുള്ള നെറ്റ്വർക്ക് ട്രാഫിക്കും ഇവയുടെ സിസ്റ്റം ലോഗുകളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവസി വയലേഷൻസും സെക്യൂരിറ്റി ത്രെറ്റുകളും ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം. പിന്നെ മറ്റൊന്ന്, ഗവൺമെന്റ് ഇവരുമായിട്ട് ഇടപെടുമ്പോഴത്തേക്കും കോൺട്രാക്റ്റുകളും തീർച്ചയായിട്ടും ഓർഡറുകളൊക്കെ പോകുമ്പോൾ സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്നും പിന്നെ ഇങ്ങനത്തെ ത്രെറ്റുകളും ഭീഷണികളും ഒക്കെ കൃത്യസമയത്ത് കൈമാറാനായിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഗവൺമെന്റുമായിട്ട് സഹകരിച്ച് തന്നെ കൃത്യമായി ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഉറപ്പാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ ത്രെറ്റുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക, അത് വേണ്ട നടപടികൾ പെട്ടെന്ന് ചെയ്യുക, ഇതിനുള്ള പ്രോട്ടോക്കോളുകൾ ഏർപ്പെടുത്തുക. ഇനി ഇതെല്ലാം നേരിടാനായിട്ട് ജീവനക്കാർക്കും മറ്റുള്ളവർക്കും പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, സൈബർ ത്രെറ്റുകൾ വഴി പണം പോകുന്നതും പ്രൈവസി വെച്ചിട്ട് ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് AI ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലാതെ തന്നെ ടെലിഫോൺ വഴിയും ഇന്റർനെറ്റ് വഴിയൊക്കെ ധാരാളം പേര് അതിൽ വഞ്ചിക്കപ്പെട്ടിട്ടൊക്കെയുണ്ട്. അപ്പൊ അതിൽ ഗവൺമെന്റ് മെഷീനറിയും സൊസൈറ്റിയും ഒക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്ത് വരുന്ന സമയത്ത് ഒത്തിരി പേര് കബളിപ്പിക്കപ്പെടും. അപ്പൊ അത് ഉണ്ടാവാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നിയമങ്ങളും ഡാറ്റ പ്രൊട്ടക്ഷൻ മെക്കാനിസംസും ഒക്കെ തീർച്ചയായിട്ടും അവിടെ വേണം. അപ്പൊ അതില് നമുക്ക് ഇന്ത്യയിലുള്ളത് എനിക്ക് തോന്നുന്നത് IT ആക്ട് 2000 മറ്റാണ്. അതില് ഡാറ്റ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ പോലും യൂറോപ്പിലെയും ഞാൻ നേരത്തെ പറഞ്ഞ കാലിഫോർണിയയിലെ നിയമങ്ങളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയ ശക്തമായ നിയമമൊന്നുമല്ല. ഒരു പുതിയ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് തീർച്ചയായും ഇങ്ങനത്തെ കാര്യങ്ങൾ AI-യും അതുപോലെയുള്ള ഇപ്പൊ ഡീഫേക്കും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ള ഡാറ്റ ലോഗിങ്ങും സർവർ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ മുഴുവൻ പോകുന്ന ഇന്ത്യയിലല്ലല്ലോ, ചൈനയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ ഇരിക്കുന്ന ഡാറ്റ സെന്ററുകളിലേക്കായിരിക്കും പോവുക. നമുക്ക് അതിന് വേണ്ട വലിയ ഡാറ്റ സെന്ററുകളൊന്നും ഇന്ത്യയിൽ ഇല്ലതാണ്. അപ്പൊ അത് പോകുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് അതിനകത്തൊരു കൺട്രോൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എനിക്ക് ഇതുമായിട്ട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള സർവീസ് പ്രൊവൈഡർ ഇന്ത്യയിൽ വരാനായിട്ട് കുറെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് പക്ഷേ ഇതുവരെ ഫ്രീ ലൈസൻസ് കൊടുത്തില്ല. പകരം ഇപ്പൊ ഗവൺമെന്റ് അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഇന്ത്യൻ കമ്പനികളുമായിട്ട് ചേർന്നിട്ട് സർവീസ് കൊടുത്തോ എന്നുള്ള ഒരു ലൈനിലേക്ക് വന്നു. അപ്പൊ അവര് എഗ്രിമെന്റ് എയർടെല്ലും ജിയോ ഒക്കെ ആയിട്ട് സൈൻ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുവഴി ഉറപ്പുവരുത്തുന്നത് ഏതായാലും നമുക്ക് അതിന് പകരം വെക്കാൻ നിലവിലൊരു ഓൾട്ടർനേറ്റീവ് മാർഗമില്ല. ഇസ്രോയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റോ അങ്ങനത്തെ ഒരു സാറ്റലൈറ്റ് സിസ്റ്റം ലോഞ്ച് ചെയ്തിട്ടില്ല. ഭാവിയിൽ ഉണ്ടായേക്കാം, പക്ഷെ ഇങ്ങനത്തെ ഒരു സാങ്കേതിക വിദ്യ വരുമ്പോൾ നമുക്ക് അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ സുരക്ഷയും നമ്മുടെ പ്രൈവസിയും ഒക്കെ അവർ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അങ്ങനത്തെയുള്ള നെഗോഷിയേഷൻസ് AI-യുടെ കാര്യത്തിലും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഡിസ്കഷനിലുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ, ചൈനയ്ക്ക് ഇതെങ്ങനെ പറ്റി, ഇന്ത്യക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കിയാൽ IT-യിൽ ഒരു സ്ട്രോങ് ഫോഴ്സ് തന്നെയാണ് ഇന്ത്യ. അതായത് ഏറ്റവും കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതും വലിയ വലിയ സർവീസ് കമ്പനികളുള്ളതും അത്രത്തോളം എഞ്ചിനീയേഴ്സ് പഠിച്ചിറങ്ങുന്നതും സ്കിൽഡ് ആയിട്ടുള്ള ഇപ്പോൾ കോഡിങ്ങും പ്രോഗ്രാമിങ്ങും സകലവും അറിയുന്ന, ഇപ്പോൾ AI ഡെവലപ്മെന്റ് ചെയ്യുന്ന എത്രയോ എഞ്ചിനീയേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ നമ്മളിപ്പോഴും എന്താ പറയുക, ചൈനയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഡീപ്സീക്ക് വരുന്നു, അതിന് ഉടനെ തന്നെ അതപ്പോൾ മാനസ് വരുന്നു. പക്ഷെ നമ്മൾ ഇന്ത്യക്ക് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എഞ്ചിനീയേഴ്സിനോ അല്ലെങ്കിൽ കമ്പനീസിനോ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പുതിയ മോഡലായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഒരു ഗ്ലോബൽ ഫോഴ്സ് ആയിട്ടോ മാറാനോ ഉയർന്നു വരാനോ പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കൺസേൺ. തീർച്ചയായിട്ടും ഇതില് നമുക്കിപ്പം നോക്കിയാൽ ലോകത്തെ ടെക് ജയന്റുകളിൽ മിക്കവാറും കമ്പനികളിലൊക്കെ ലീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ലീഡിങ് പൊസിഷനിൽ ഇരിക്കുന്നതും അതിന്റെ വർക്ക് ഫോഴ്സിലുള്ളതും ഒക്കെ തന്നെ ഇന്ത്യക്കാരാണ്. ഗൂഗിൾ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും അതുപോലെയുള്ള പല കമ്പനികളുടെ. പക്ഷേ നമ്മുടെ IT വർക്ക് ഫോഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള പണി എന്ന് പറയുന്നത് നമ്മളൊരു ഔട്ട്സോഴ്സിങ്
ഡെസ്റ്റിനേഷൻ എന്നോ അല്ലെങ്കിൽ ബാക്ക് ഓഫീസ് എന്നോ ഒക്കെ പറയുന്ന പോലത്തെ മൈനർ IT ജോബുകളാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു R&D ബേസ്ഡ് മെക്കാനിസം ഇന്ത്യയിൽ ഒരു കമ്പനികൾക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് ഇല്ല. നമ്മളെല്ലാം ചെയ്യുന്നത് അവർക്ക് വേണ്ട ബിറ്റ്സ് ആൻഡ് പീസസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ സബ് കോൺട്രാക്ട് എടുത്ത് നിലവിലുള്ള സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ട IT സാങ്കേതിക സഹായം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൽ മികച്ച കോൺട്രിബ്യൂഷൻ നടത്തിയ ഇന്ത്യക്കാർ ധാരാളം ഉണ്ട്, AI-യിലും ഡാറ്റാ സയൻസിലും ഒക്കെ. പക്ഷെ അവരൊക്കെ നമ്മുടെ നാട്ടിലല്ല, വിദേശത്ത് പഠിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ IT-യിൽ മുൻപന്തിയിലാന്ന് പറയുമ്പോഴും ഇതുപോലത്തെ മാസീവായിട്ടുള്ള ലാംഗ്വേജ് മോഡലുകളും ജനറേറ്റീവ് AI പോലെയുള്ള സങ്കേതങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2-3 കാര്യങ്ങൾ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു. വലിയ ബ്രേക്ക് ത്രൂസ് ഉണ്ടാക്കാൻ സഹായിച്ചതിൽ ഒന്ന് ഹാർഡ്വെയറിലുണ്ടായ അഡ്വാൻസ്മെന്റ് ആണ്. പ്രത്യേകിച്ചും AI മോഡലുകളെ ട്രെയിൻ ചെയ്യുന്നത് GPU മെഷീൻസ് ആണ്. GPU പോയിട്ട് CPU പോലും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല. കാരണം സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യയിൽ നമ്മൾ വളരെ പിന്നോക്കമാണ്. ഇപ്പോഴ് ഒരു 75,000 കോടിയെ മറ്റേ പ്ലാൻ ചെയ്തിട്ട് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇത് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം ഗുജറാത്തിലും ആസാമിലും ഒക്കെ വലിയ പ്ലാന്റുകൾ വന്നു. ഇന്ത്യ ഈ വർഷം സ്വന്തമായി ഉണ്ടാക്കിയ ചിപ്പ് GPU അല്ല CPU ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിന്റെ ചിപ്പ് ഡിസൈൻ ചെയ്യുമെന്നാണ് ഈ വർഷത്തെ പ്രതീക്ഷ. പക്ഷേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 28 നാനോമീറ്റർ ട്രാൻസിസ്റ്റർ സൈസ് ഉള്ള ചിപ്പാണ്. പക്ഷെ വേൾഡ് ഇപ്പം 5, 3, 2 നാനോമീറ്ററിലേക്കൊക്കെ എത്തി. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടുത്തെ ഡോമിനേഷൻ തീർച്ചയായിട്ടും അമേരിക്കൻ കമ്പനികളോ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പനികളാണ് ഡിസൈനിലും ഒക്കെ മുന്നിൽ നിൽക്കുന്നത്. ഉണ്ടാക്കുന്നത് പ്രധാനമായും തൈവാനിലെ TSMC പോലെയുള്ള കമ്പനികളാണ്. അപ്പോൾ അതിന്റെ പേറ്റന്റുകളും കുത്തകകളും എല്ലാം ഇരിക്കുന്നത് ഇങ്ങനത്തെ കുറച്ച്. ഇപ്പൊ NVIDIA എന്ന് പറയുന്ന കമ്പനി ചിപ്പ് ഡിസൈൻ ആണ് ചെയ്യുന്നത്, നേരിട്ട് ചിപ്പ് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ ഡിസൈൻ വെച്ചിട്ട് ചിപ്പ് ഉണ്ടാക്കുന്നത് തൈവാൻ കമ്പനിയാണ്. അങ്ങനെ വരുമ്പോ ഇതില് ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് സെമി കണ്ടക്ടർ ചിപ്പുകൾ ഉണ്ടാക്കാനുള്ള സങ്കേതം വേണം, അതല്ലെങ്കിൽ നമ്മൾ സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇതിന് വേണ്ട GPUസും മറ്റ് സെർവർ റാക്കുകളും കൂളിംഗ് മെക്കാനിസവും സ്റ്റെബിലൈസർ പവർ സോഴ്സുകളും ഇങ്ങനത്തെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്താലേ പറ്റൂ. ഇമ്പോർട്ടിന് തീർച്ചയായും അമേരിക്ക കഴിഞ്ഞ ബൈഡൻ ഗവൺമെന്റ് തന്നെ ഹൈ എൻഡ് ചിപ്പുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതുകൊണ്ട് ആവശ്യം പോലെ ഇങ്ങോട്ട് വാങ്ങാൻ പറ്റില്ല. അവര് ചൈനയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിലും ചൈന അതിനെ പല രാജ്യങ്ങൾ വഴി വാങ്ങിച്ച് മറികടന്നുവെന്നും പിന്നെ അതൊരു മത്സരമായിട്ട് എടുത്ത് സ്വന്തം കമ്പനികൾ, ഇപ്പോൾ വാവൈ അല്ലെങ്കിൽ ZTE പോലെയുള്ള പല കമ്പനികൾ അല്ലെങ്കിൽ ടെസന്റ് അതുപോലെയുള്ള കമ്പനികൾ സ്വന്തമായി ചിപ്പ് ഡിസൈനിലേക്ക് വന്നു. ഷവോമി ഉണ്ട്. അപ്പൊ ഇവര് പിന്നെ അത്ര അഡ്വാൻസ് ചിപ്പ് അല്ലെങ്കിൽ പോലും ഇപ്പോ മികച്ച ഒരു പണിക്കാരന് പകരം 10 പേരെ വെക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ അവര് വില കുറഞ്ഞ ചിപ്പുകൾ വെച്ച് അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ ചിപ്പുകൾ വെച്ചിട്ടാണെങ്കിലും അവര് സ്കെയിൽ ചെയ്തിട്ട് ആ പണി നടത്തി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ DeepSeek പോലെയുള്ള സാങ്കേതിക വിദ്യ വന്നത്. അപ്പൊ അതായത് അവര് അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ 2015 ചൈന 2025 ഒരു ടെക് ജയന്റ് ആകണമെന്നുള്ള സംഘത്തോടുകൂടി വലിയൊരു വിഷൻ 2025 എന്ന് പറയുന്ന ഒരു പ്ലാൻ ആരംഭിച്ചതും അതുവഴി അവരുടെ പല യൂണിവേഴ്സിറ്റികളെയും കമ്പനികളെയും ലോകത്തെ ഏറ്റവും മികച്ചതാക്കാനായിട്ട് അത് പല സാങ്കേതിക വിദ്യകളാണ്. 5G ടെക്നോളജി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അതുപോലെ എനർജി, ഓൾട്ടർനേറ്റീവ് എനർജി, അതിലൊക്കെ അവരിപ്പം മുന്നേറി കഴിഞ്ഞു. പിന്നെ AI ഇതുപോലെയുള്ള പല സാങ്കേതിക വിദ്യകളിലും നമ്മൾ ലോകത്തെ നമ്പർ 1 ആകണം എന്ന് പ്ലാൻ ചെയ്ത് 10 വർഷം കൊണ്ട് അവരത് നടപ്പാക്കി. ഇപ്പോൾ ഈ മേഖലകളിലൊക്കെ ഫയൽ ചെയ്യുന്ന പേറ്റന്റുകളിൽ ഏറ്റവും അധികം ചൈനയിൽ നിന്നാണ്. അതിന്റെ ആദ്യത്തെ പ്രശ്നം വന്നത് 5G വന്നപ്പോഴാണ്. ലോകത്തെ മറ്റ് കമ്പനികളെക്കാളൊക്കെ മികച്ച 5G സാങ്കേതിക വിദ്യ ചൈനീസ് കമ്പനികൾ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് പിന്നീട് യൂറോപ്പും അമേരിക്കയും ചെയ്തത് അതിനെ അങ്ങോട്ട് വരാതെ അവരുടെ എക്യുപ്മെന്റ് വാങ്ങുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് ഈവൻ ഇന്ത്യയെ പോലും ചൈനീസ് ഹാർഡ്വെയർ 5G ടെക്നോളജിക്ക് വാങ്ങുന്നതിൽ നിന്നും വിലക്കാനായിട്ട് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനത്തെ ഒരു യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു 10 വർഷത്തെ പ്ലാനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിയാൽ കാണാം ഈ ഹാർഡ്വെയർ അവർ ഉണ്ടാക്കി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ ചിലപ്പോൾ ഹാർഡ്വെയറിൽ
പിന്നെ ഇപ്പോൾ അമേരിക്കയുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് തൈവാനെ ചൈന പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ചിപ്പ് പിന്നെ എങ്ങനെ ഉണ്ടാക്കും. അതുകൊണ്ട് അവർ ഇപ്പൊ ട്രംപിന്റെ ഒക്കെ പ്രയോറിറ്റി എന്ന് പറയുന്നത് റീഷോർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചിപ്പ് മേക്കിംഗ് അമേരിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോകും. അപ്പോ തൈവാൻ ഇനി ചൈന പിടിച്ചെടുത്താൽ പോലും അവർക്ക് പ്രശ്നമില്ല. തൈവാനിലെ ചിപ്പ് കൊണ്ട് നിലനിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പം ചൈന ചിപ്പിൽ ഡോമിനേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കത് ആയി. രണ്ടാമത് ഈ AI ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹാർഡ്വെയർ മാത്രം ഉണ്ടായാൽ പോരാ, മികച്ച അൽഗോരിതങ്ങളും കൂടെ വേണം. പ്രത്യേകിച്ച് ഡീപ് സീക്കിന്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് അവര് ഫ്രാക്ഷൻ ഓഫ് എ കോസ്റ്റിൽ ഒരു മോഡല് മികച്ച, അതായത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലൊക്കെ ഏറ്റവും മികച്ച ഒരു മോഡലാണ് ഡീപ് സീക്കിന്റെ R1 എന്ന് പറയുന്ന മോഡല്. അത് അങ്ങനെ ഒരു സാധനം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് അവര് നിലവിലുള്ള മോഡലുകൾ എടുത്ത് ഫൈൻ ട്യൂൺ ചെയ്തു. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ മികച്ച ചില അൽഗോരിതങ്ങൾ എഴുതി ഉണ്ടാക്കി അത് അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ട് എങ്ങനെയാണ് അവരത് സാധിച്ചെന്നുള്ളത്. അതെല്ലാം ചെയ്തത് 20-30 വയസ്സ് റേഞ്ചിലുള്ള കോളേജ് യൂണിവേഴ്സിറ്റി പിള്ളേരാണ്. അപ്പൊ ആ തരത്തില് ഹ്യൂമൻ പവർ അല്ലെങ്കിൽ റിസോഴ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ചൈനയിലെ ടോപ്പ് 100 യൂണിവേഴ്സിറ്റികളെല്ലാം ഇതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ അടിസ്ഥാനപരമായി മാത്തമാറ്റിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലും അറിവുള്ള ഒരു ജനറേഷൻ അവിടെ ഉണ്ടായി വന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ അത് ഇങ്ങനത്തെ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ, ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹ്യൂമൻ ടാലന്റ്, പിന്നീട് അതോടൊപ്പം തന്നെ ഇതിന് പ്രൊആക്റ്റീവായിട്ട് എന്ത് റിസോഴ്സും കൊടുത്ത് വലിയ ബഡ്ജറ്റ്, അതായത് അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് $1 ട്രില്യൺ ആണെങ്കിൽ ചൈനയുടെ ട്രേഡ് സർപ്ലസ് $1 ട്രില്യൺ ആണ്. അപ്പൊ ഈ സർപ്ലസ് ഡോളറും മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. അത് അവർ ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി ടാർഗറ്റഡ് ആയിട്ട് അവർക്ക് ഇത് വേണം എന്ന് വെച്ചാൽ അങ്ങനെ വേണം, അത് അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് നടത്തി കൊടുക്കുന്ന ഒരു സർക്കാരും അവിടെയുണ്ട്. അപ്പൊ നമുക്കും ഇങ്ങനത്തെ വലിയ വലിയ ടാസ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ്, ഇപ്പം നമ്മൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ റോക്കറ്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു മാസീവ് ഇൻവെസ്റ്റ്മെന്റും വേണം, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലോങ് ടൈം വിഷൻ പ്ലാന്. ഇത് പെട്ടെന്ന് സൊല്യൂഷൻ വേണമെന്ന് വെച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ എല്ലാവരും LLM ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ GPU ഉണ്ടാക്കുന്നു എന്നാൽ നമ്മളും ഉണ്ടാക്കാന്ന് പറഞ്ഞ് 1-2 വർഷം കൊണ്ട് നടക്കില്ല. കാരണം അന്നേരത്തേക്കും ലോകം വേറെ ലെവലിലേക്ക് മാറിപ്പോകും. അപ്പൊ നമ്മൾ സ്കൂൾ തലത്തിൽ തന്നെ ഇതിന് വേണ്ട അടിസ്ഥാന ഗണിതത്തിലും ഒക്കെ ടാലന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള, അതായത് നമ്മളിപ്പോ ഒരു വിദ്യാഭ്യാസം എല്ലാവരും ഒരേപോലെ വന്ന് സ്വീകരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ഇതിൽ റെയർ ആയിട്ടുള്ള ടാലന്റുകളെ കണ്ടുപിടിച്ച് ട്രെയിൻ ചെയ്ത് അവരെ മുകളിലേക്ക് കൊണ്ടുവന്നു, അവരെ റീറ്റെയിൻ ചെയ്ത് അവരെ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ മാനസ് എന്ന് പറയുന്ന AI ഉണ്ടാക്കിയത് കുറച്ച് ആൾക്കാർ മാത്രം ചേർന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഡീപ് സീക്ക് ഉണ്ടാക്കിയത് ഫിൻടെക് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിംഗിലും ആ ഏരിയയിൽ വർക്ക് ചെയ്തിരുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമാണ്. അവർക്ക് അതിലുള്ള ഈ ഫിനാൻഷ്യൽ സെക്ടറിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് പരമാവധിയാക്കാനും ചെലവ് കുറയ്ക്കാനും മികച്ച അൽഗോരിതങ്ങൾ റൺ ചെയ്യാനൊക്കെ ഉള്ള ഒരു വിസ്ഡം ഉണ്ടാവുമല്ലോ. അത് ഉപയോഗിച്ചിട്ടാണ് ഡീപ് സീക്കിന്റെ ഫലപ്രാപ്തി അവർ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, ഓണ്ടർപ്രണീരിയൽ ഇക്കോസിസ്റ്റം, ടാലന്റ് അക്വിസിഷൻ സിസ്റ്റം ഒക്കെ ചൈനയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നു കൂടാ. അപ്പൊ അത് ഉണ്ടായി, അങ്ങനത്തെ സ്കില്ലും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെമി കണ്ടക്ടർ പ്ലസ് സോഫ്റ്റ് സ്കിൽ, അതായത് മാത്തമാറ്റിക്കൽ സയന്റിഫിക് സ്കില്ലുകൾ, റിസർച്ച് വളരെ പ്രധാനമാണ്. നമ്മൾ കാണാതെ പോകുന്ന ഒരു പ്രധാന കാര്യം ബേസിക് സയൻസുകളിലെ R&D വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അത് ഞാൻ ഈ ഡീപ് സീക്കിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ അതിന്റെ ഓണറോടെ ഒരു ഇന്റർവ്യൂ മറ്റേ വായിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് അയാൾ പറയുന്ന സെഷൻ, അതായത് ബേസിക് സയൻസിലെ റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെ ഉള്ള എക്സ്പ്ലോറേഷൻ വഴിയെ ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് നോളജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അക്കാര്യം നമ്മളിപ്പോ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും ബേസിക് സയൻസ് റിസർച്ച് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ അറിവുകൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ പഴയ അറിയാവുന്ന കാര്യങ്ങളിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അപ്പം വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം. അതോടൊപ്പം തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു പ്രത്യേകത, കാരണം ഇതെല്ലാം ഹൈ എൻഡ് പേറ്റന്റുകളും ഇന്നോവേഷൻസിൽ നിന്നൊക്കെയാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ അങ്ങനത്തെ പേറ്റന്റുകളും ഇന്നോവേഷൻസും ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അല്ലെങ്കിൽ ചെയ്യാവുന്നത് എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്ത് അസംബിൾ ചെയ്ത് ഉപയോഗിക്കുക എന്നല്ലാതെ പുതിയതായിട്ട് നമുക്കൊരു ലാർജ് ലാംഗ്വേജ് മോഡൽ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ
പണം ഇറക്കിയാൽ മാത്രം പറ്റില്ല, അതിന് വേണ്ട ടാലന്റ് കൂടി വേണം. അപ്പൊ ഈ AI അഡ്വാൻസ്മെന്റ്സിൽ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ മേ ബി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മിക്കവാറും ഹ്യൂമനോയിഡ് റോബോട്ടുകളായിരിക്കും. ഇപ്പോൾ ടെസ്ലയൊക്കെ അവന്റെ റീസെന്റ് നടന്ന ഒരു ഇവന്റിൽ ടെസ്ല ബോട്ട്സ് എന്ന് പറഞ്ഞിട്ട് റോബോട്ടുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ജെൻ റോബോട്ടിക്സ് വരെ അവരുടെ ഒരു ബോട്ടിനെ ഇറക്കാനുള്ള ചിന്തയിലാണെന്ന് നമ്മൾക്ക് തന്നൊരു ഇന്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറും അതന്നെയാണോ കാണുന്നത്? ഇതൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇവിടെ നമുക്കൊപ്പം തന്നെ ഈ ബോട്ടുകളും ഈ AI എനേബിൾഡ് ബോട്ടുകൾ മനുഷ്യരെ പോലെ പെരുമാറാനും നമ്മളോട് ഇടപഴകാനും സാധിക്കുന്ന ബോട്ടുകൾ ഇവിടെ നിന്ന് അറിയുന്നുള്ള കാര്യത്തിൽ സാർ അങ്ങനെ കരുതുന്നുണ്ടോ, അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അക്കാര്യത്തിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പ് ഉണ്ട്. കാരണം ആദ്യത്തെ ഫാക്ടറി റോബോട്ട് എന്ന് പറയുന്നത് യൂണിമേറ്റ് എന്ന് പറയുന്ന ഒരു 1961 തോന്നുന്നു. അത് ഡിപ്ലോയ് ചെയ്യുന്നത് ജനറൽ മോട്ടോഴ്സിന്റെ ഫാക്ടറിയിലാണ്. അത് നമുക്ക് റോബോട്ട് എന്ന് പറയുമ്പോൾ ഒരു യന്ത്ര മനുഷ്യനെയാണ്, മനുഷ്യനെ പോലെ ഇരിക്കുന്ന കൈയും കാലും ഒക്കെ ഉള്ള മനുഷ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന എന്തിരൻ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ റോബോട്ടാണ് നമ്മളെ സംബന്ധിച്ചത്. പക്ഷെ ആക്ച്വലി അത് റോബോട്ടിക്സ് എന്ന് പറയുന്ന ഫീൽഡിന്റെ ഒരു മറ മാത്രമാണ്. ശരിക്കുള്ള റോബോട്ടിക്സ് യൂണിമേറ്റ് എന്ന് പറയുന്നത് ഫാക്ടറിയിൽ സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കുന്ന തരത്തിലുള്ള ഒരു കൈ പോലത്തെ സാധനം. അപ്പൊ ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് എന്ന് പറയുന്നത് പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള റോബോട്ടുകളാണ്. അസംബ്ലി ലൈനുകളിൽ വർക്ക് ചെയ്യുന്നത്, പാക്കിങ്, പാക്കേജിങ്, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയിട്ട് പല തരത്തിലുള്ള സ്കില്ലുകളും പല പ്രിസിഷനും ഒക്കെ ഉള്ള ഒത്തിരി തരം റോബോട്ടുകളുണ്ട്. ഇപ്പം ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും നമ്മൾ അയക്കുന്ന റോവറുകളൊക്കെ റോബോട്ടുകൾ തന്നെയാണ്. അതുപോലെ പല രൂപത്തിലും ഇപ്പം നമുക്ക് ഒരു ഭൂമി ഉൽക്കുണ്ടായിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധിക്കണമെങ്കിൽ മനുഷ്യനെ പോലെയുള്ള റോബോട്ട് അല്ല, ഒരു പാമ്പിന്റെ ഷേപ്പിലോ ഒക്കെയുള്ള റോബോട്ടിനായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ നേച്ചർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് രൂപഘടനയുള്ള റോബോട്ടുകളാണ് ഉണ്ടാക്കുന്നത്. മനുഷ്യനെ പോലെ ഇരിക്കുന്ന റോബോട്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കൊള്ളാം, ഒരു കൗതുകത്തിന് കൊള്ളാമെന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് പൊതുവായിട്ട് റോബോട്ടിക്കിന്റെ ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. മനുഷ്യന് ഒരു ജീവി എന്ന നിലയിൽ ഒരു രൂപവും ഭാവമൊക്കെ ഉണ്ടെന്നല്ലാതെ അതേപോലെ റോബോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് വലിയ നമുക്ക് കൗതുകം ഉള്ളതേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന്, ഒരു റോബോട്ടിന് തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ ബാറ്ററിയോ പവർ സപ്ലൈ വേണം. അപ്പൊ ഒരു വയർ കണക്ട് ചെയ്തിട്ട് അതിനെ വിടുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇനി അല്ലാതെ വയർ ഫ്രീ ആയിട്ട് വയർലെസ് ആയിട്ട് ഒരു റോബോട്ടിനെ അയച്ചാൽ അതിന്റെ ബാറ്ററിക്കൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ഒരു 3-4 മണിക്കൂർ കൂടുതലൊന്നും ഒരു ബാറ്ററിയും ഓടില്ല. ഫങ്ഷനിങ്ങിന്റെ എഫിഷ്യൻസി കൂടും തോറും അല്ലെങ്കിൽ വർക്ക് റേറ്റ് കൂടും തോറും ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സമയത്തേക്ക് പ്രവർത്തിക്കണമെങ്കിൽ വലിയ ബാറ്ററി വേണം. വലിയ ബാറ്ററി ഉണ്ടാകുമ്പോൾ ഇതിനെ സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ പറ്റില്ല. നിങ്ങൾ വലിയൊരു സ്ട്രക്ചർ, വലിയ റോബോട്ടിനെ ഉണ്ടാക്കിയാൽ അതിന് നടക്കാനും ഇരിക്കാനും നിൽക്കാനും ഒന്നും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, പെട്ടെന്ന് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. കൺട്രോൾ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര വെയിറ്റ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് പറഞ്ഞ ഒരു കൗതുകം എന്ന് ഞാൻ കാണുന്നുള്ളൂ. അത് ഉപയോഗിക്കാം എവിടെയാണെന്ന് ചോദിച്ചാൽ കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ പ്രായമായവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വഴിയിൽ നിന്നിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കൗതുകം പോലെയുള്ള അല്ലെങ്കിൽ അസിസ്റ്റൻസിനൊക്കെ വേണമെങ്കിൽ അങ്ങനത്തെ റോബോട്ടുകൾ ഉപയോഗിക്കാം. അല്ലാത്തടത്ത് റോബോട്ട് എന്ന് പറയുന്നത് എന്താണോ അവിടുത്തെ പ്രാക്ടിക്കൽ യൂസ് അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള റോബോട്ട് എന്നാണ്. അപ്പം ചില റോബോട്ടുകൾ റോബോട്ടിനൊരു തലച്ചോറ് വേണം, അത് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റോ അല്ലെങ്കിൽ GPU പോലെയുള്ള മെഷീൻസ് ആണ്. അതിപ്പം ഈ റോബോട്ടിൽ തന്നെ ആവണമെന്നില്ല, അത് ചിലപ്പം ക്ലൗഡ് കമ്പ്യൂട്ടറിലായിരിക്കും കിടക്കുക, അല്ലെങ്കിൽ റിമോട്ടായിട്ട് എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ഇതിന്റെ കൈകാലുകൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മെക്കാനിസം മാത്രമേ ഈ ആക്ച്വൽ റോബോട്ടിന് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് റോബോട്ടിക്സിൽ മുന്നോട്ടുണ്ടാവും, AI മുന്നോട്ടുണ്ടാവും. AI ഉപയോഗിക്കുന്ന റോബോട്ടുകളുണ്ട്, AI ഉപയോഗിക്കാത്ത റോബോട്ടുകളുണ്ട്. ഇപ്പൊ ഏജന്റിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട് ആണെങ്കിൽ അതിന് ഓട്ടോണമസ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ ആദ്യം പറഞ്ഞ ഇപ്പോൾ ഒരു ഓട്ടോണമസ് കാർ, തന്നെത്താൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു കാറിന് തീർച്ചയായും പല ടാസ്കുകൾ ഒന്നിച്ച് നിർവഹിച്ചെങ്കിൽ മാത്രമേ അതിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. വഴിയിലുള്ള ആൾക്കാരെ തിരിച്ചറിയണം, ശബ്ദങ്ങൾ കേൾക്കണം, ഡ്രൈവ് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം, വാർണിങ്സ് കൊടുക്കണം, ഇങ്ങനെ അതുപോലെ സേഫ്റ്റി ഉറപ്പാക്കണം. ഇതിനെല്ലാം വേണ്ട കുറേ കാര്യങ്ങൾ, ഫങ്ഷൻസ് ഒന്നിച്ച് പ്രവർത്തിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു മൾട്ടി ഏജന്റിക് സിസ്റ്റമാണ്. അപ്പൊ അതിന് AI എനേബിൾഡ് ആണെങ്കിൽ അതിന് സ്വയം അങ്ങ് പ്രവർത്തിക്കാൻ പറ്റും, മനുഷ്യന്റെ ഒരു ഇൻപുട്ട് അവിടെ വേണ്ട എന്നുള്ളതാണ്. അതുപോലെ റോബോട്ടിക് സർജറി എടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന സർജറികളും ഉണ്ടാവാം, വേണമെങ്കിൽ റോബോട്ടിന് തന്നെ വളരെ ഓട്ടോണമസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചുകൂടി എംപത്തറ്റിക് ആയിട്ടുള്ള
ഇമോഷണൽ കോഷ്യൻസ് ഉള്ള റീസണബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന സങ്കേതങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഭാവിയിൽ കാണാൻ സാധിക്കുക. അതിനൊപ്പം ആലോചിക്കേണ്ട കാര്യം എന്ത് സങ്കേതങ്ങൾ ഉണ്ടാക്കിയാലും ഇതെല്ലാം മനുഷ്യന്റെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കും എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അല്ലാതെ സൂപ്പർ ഇന്റലിജൻസ് നേടുന്ന സങ്കേതങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് പോലെ തന്നെ ഇതിലും ഉണ്ട്. ഒരു റോബോട്ടിന്റെ പ്രധാന അല്ലെങ്കിൽ AI സങ്കേതത്തിന്റെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതും മനുഷ്യന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് സ്വയം പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ചെറിയ ഫോൾട്ടൊക്കെ ചിലപ്പോൾ വന്നിരിക്കാം, പറയുന്ന പോലെ ചെയ്തില്ല എന്ന് വരാം. പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭാവിയിൽ തീർച്ചയായിട്ടും എന്ത് സാങ്കേതിക വിദ്യ വന്നാലും അതിന്റെ എത്തിക്കൽ സൈഡ്, നൈതികമായിട്ടുള്ള കാര്യങ്ങളും ഇതുപോലെ പ്രായോഗികമായിട്ടുള്ള ഇതും, അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ജോലി നഷ്ടം പോലെയുള്ള സോഷ്യൽ കൺസേൺസും കൂടെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ആൾക്കാർക്ക് ജോലി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് യൂണിവേഴ്സൽ ബേസിക് ഇൻകം പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയോ അവരെ പ്രൊട്ടക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ട കാര്യം സർക്കാരുകൾക്ക് തീർച്ചയായിട്ടും വരും. അല്ലെങ്കിൽ സോഷ്യൽ അൺറസ്റ്റും വലിയ കലാപങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അതെ. അപ്പൊ താങ്ക് യു സോ മച്ച് സാർ.